ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ബയോളജി? ബയോളജി is the branch of science which deals with the study of living things. ബയോളജി രണ്ട് ബ്രാഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ബോട്ടണി ആൻഡ് സുവോളജി. ബയോളജി ടു ബ്രാഞ്ചസ് ആണ്, സുവോളജി ആൻഡ് ബോട്ടണി. സുവോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ആനിമൽസ്. ബോട്ടണി ഇസ് ദ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്. ഓക്കെ, ഫാദർ ഓഫ് ബയോളജി എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. ഫാദർ ഓഫ് ബയോളജി is considered as Aristotle. ഫാദർ ഓഫ് ബോട്ടണി അരിസ്റ്റോട്ടിലിന്റെ സ്റ്റുഡന്റ് ആയ തിയോഫ്രാസ്റ്റസ് ആണ് ഫാദർ ഓഫ് ബോട്ടണി എന്നറിയപ്പെടുന്നത്. തിയോഫ്രാസ്റ്റസ്. ഫാദർ ഓഫ് സുവോളജി is also Aristotle. നമ്മൾ ഈ ചാപ്റ്റർ ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കുന്നത് ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. Okay, what is biological classification? It is a scientific method of arrangement of organisms into groups. ആദ്യമായിട്ട് ഓർഗാനിസത്തെ ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചത് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അരിസ്റ്റോട്ടില് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ അപ്പിയറൻസ് നോക്കിയിട്ടാണ് ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്തത്. അരിസ്റ്റോട്ടിൽ രണ്ടായിട്ടാണ് ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്തത്, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ക്ലാസിഫൈ ചെയ്തപ്പം അരിസ്റ്റോട്ടിൽ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് മാത്രം നോക്കിയത്. പ്ലാന്റ്സ് സൈസ് അനുസരിച്ച് ഹെർബ്, ഷ്രബ്, ട്രീസ് എന്ന് ക്ലാസിഫൈ ചെയ്തു. ആനിമൽസിനെ റെഡ് ബ്ലഡഡ് ആനിമൽസ് ആൻഡ് നോൺ റെഡ് ബ്ലഡഡ് ആനിമൽസ് ക്ലാസിഫൈ ചെയ്തു. സോ ലേറ്റർ ഓൺ അരിസ്റ്റോട്ടിലിന്റെ ക്ലാസിഫിക്കേഷൻ റിജക്ട് ചെയ്തു. നെക്സ്റ്റ് കോൾ ലിനേഴ്സ് എന്ന സയന്റിസ്റ്റ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തു. കോൾ ലിനേഴ്സ് 1758 കോൾ ലിനേഴ്സ് ആണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത കോൾ ലിനേഴ്സ് ആണ് in 1758. ഓക്കെ, ലിനേഴ്സ് രണ്ട് കിങ്ഡമായിട്ടാണ് ഓർഗാൻസിനെ ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെയാ? പ്ലാന്റ് കിങ്ഡം ആൻഡ് ആനിമൽ കിങ്ഡം. പ്ലാന്റ് കിങ്ഡം അല്ലെങ്കിൽ കിങ്ഡം പ്ലാന്റ്, ആനിമൽ കിങ്ഡം അല്ലെങ്കിൽ കിങ്ഡം അനിമേലിയ. അപ്പൊ ലിനേഴ്സ് രണ്ട് കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്തു, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ. ലിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ അപ്പിയറൻസ് നോക്കിയിട്ടാണ് ലിനേഴ്സും ക്ലാസിഫൈ ചെയ്തത്. അതായത് സെൽ വോളിന്റെ പ്രസൻസ് ഓർ ആബ്സെൻസ് നോക്കിയിട്ടാണ് ലിനേഴ്സ് ക്ലാസിഫൈ ചെയ്തത്. സെൽ വോൾ പ്രസന്റ് ആയിട്ടുള്ള ഓർഗാനിസത്തെ എല്ലാം പ്ലാന്റ് കിങ്ഡത്തിൽ പ്ലേസ് ചെയ്തു. സെൽ വോൾ ആബ്സെന്റ് ആയിട്ടുള്ള ഓർഗാനിസത്തെ ആനിമൽ കിങ്ഡത്തിൽ പ്ലേസ് ചെയ്തു. ഓക്കെ, ലിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഒത്തിരിയും ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. ലിനേഴ്സ് സെൽ വോളിന്റെ പ്രസൻസ് ആബ്സെൻസ് മാത്രം നോക്കിയത്. സെൽ സ്ട്രക്ചർ കൺസിഡർ ചെയ്തില്ല, സെൽ ടൈപ്പ് നോക്കിയില്ല, സെൽ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയില്ല. സെൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സെൽ ടൈപ്പ്, അതായത് നമുക്കറിയാം ഹോൾ ഓർഗാൻസ് നോക്കിക്കഴിഞ്ഞാൽ എത്ര ടൈപ്പ് സെല്ലാണ് ഉള്ളത്? രണ്ട് ടൈപ്പ് സെല്ലല്ലേ, പ്രോക്യാറ്റിക് സെല്ലും യൂക്യാറ്റിക് സെല്ലും. അപ്പൊ ലിനേഴ്സ് ക്ലാസിഫൈ ചെയ്തപ്പം പ്രോക്യാറ്റിക് സെല്ലുള്ള ഓർഗാനിസം ആണോ യൂക്യാറ്റിക് സെല്ലുള്ള ഓർഗാനിസം ആണോ എന്ന് കൺസിഡർ ചെയ്തില്ല. അതുപോലെ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം ആണോ നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം ആണോ നോക്കിയില്ല. അതുപോലെ യൂണിസെല്ലുലാർ ഓർഗാനിസം ആണോ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണോ നോക്കിയില്ല. ഇതൊന്നും നോക്കാതെ സെൽ വോൾ പ്രസന്റ് ആയിട്ടുള്ള ഓർഗാനിസത്തെ പ്ലാന്റ് കിങ്ഡത്തിലും സെൽ വോൾ ആബ്സെന്റ് ആയിട്ടുള്ള ഓർഗാനിസത്തെ ആനിമൽ കിങ്ഡത്തിലും പ്ലേസ് ചെയ്തു. സെൽ വോളിന്റെ കോൺസ്റ്റിറ്റ്യൂഷനും ലിനേഴ്സ് കൺസിഡർ ചെയ്തില്ല. അതായത് നമുക്കറിയാം ബാക്ടീരിയയുടെ സെൽ വോൾ ഇസ് മേഡപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ഫംഗസിന് സെൽ വോൾ ആണെങ്കിൽ ഇറ്റ്സ് മേഡപ്പ് ഓഫ് കൈറ്റിൻ. പ്ലാന്റ്സിന് സെൽ വോൾ ആണ് ഇറ്റ്സ് മേഡപ്പ് ഓഫ് സെല്ലുലോസ്. അപ്പൊ സെല്ലുകളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാതെയാണ് ഈ ബാക്ടീരിയനെയും ഫംഗസിനെയും സയനോ ബാക്ടീരിയനെയും പ്ലാന്റ്സിനെയും എല്ലാം പ്ലാന്റ് കിങ്ഡത്തിൽ പ്ലേസ് ചെയ്തത്. അതുപോലെ സെല്ലുകൾ ആബ്സെന്റ് ആയിട്ടുള്ള ആനിമൽസിനെ കിങ്ഡം അനിമേലിയയിൽ അല്ലെങ്കിൽ ആനിമൽ കിങ്ഡത്തിൽ പ്ലേസ് ചെയ്തു. നമുക്കറിയാം യുഗ്ലീന എന്നുള്ള ഓർഗാനിസം നിങ്ങൾ കേട്ടിട്ടുണ്ട്. യുഗ്ലീനയ്ക്ക് പ്ലാന്റ് ക്യാരക്ടറിസ്റ്റിക്സും ആനിമൽ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്.
പ്ലാന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താ യുഗ്ലീനയ്ക്ക് ഉള്ളത്? യുഗ്ലീനയ്ക്ക് ക്ലോറോഫിൽ പ്രസന്റ് ആണ്. സോ യുഗ്ലീന ഫോട്ടോസിന്തറ്റിക് ആണ്. യുഗ്ലീനയ്ക്ക് സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യാൻ പറ്റും. യുഗ്ലീന ഓട്ടോട്രോഫിക് ആണെന്ന് പറയാം അല്ലേ? സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യാൻ കഴിയുന്ന ഓട്ടോട്രോഫ്സ് എന്നല്ലേ പറയാറ്? അതുപോലെ മീൻസ് ലൈറ്റിന്റെ ആബ്സെൻസിൽ യുഗ്ലീനയ്ക്ക് ഹെറ്ററോട്രോഫ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ വേറെ ആനിമൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ യുഗ്ലീനയ്ക്ക് സെൽ വോൾ ആബ്സെന്റ് ആണ്. പക്ഷേ സെൽ വോളിന് പകരം ഒരു പ്രോട്ടീനേഷ്യസ് റിച്ച് ലെയർ പെല്ലിക്കിൾ പ്രസന്റ് ആണ്. പക്ഷേ സെൽ വോൾ യുഗ്ലീനയ്ക്ക് ആബ്സെന്റ് ആണ്. അതൊരു ആനിമൽ ക്യാരക്ടറിസ്റ്റിക് ആണ്. അപ്പം ലിനേഴ്സ് ക്ലാസിഫൈ ചെയ്തപ്പം 2 കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്തപ്പോൾ യുഗ്ലീനെ എവിടെ പ്ലേസ് ചെയ്യണമെന്ന് ലിനേഴ്സ് പറഞ്ഞിട്ടില്ല. സോ അതും ലിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഡ്രോബാക്സ് ആണ്. ഓക്കെ, ലേറ്റർ ഓൺ നമുക്കറിയാം 3 കിങ്ഡം, 4 കിങ്ഡം, 5 കിങ്ഡംസ് അങ്ങനെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് യൂണിവേഴ്സിറ്റി എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്താ നോക്കാം. ഓക്കെ, 1866 ഏണസ്റ്റ് ഹെക്കൽ എന്ന സയന്റിസ്റ്റ് ആണ് സയന്റിസ്റ്റ് ആണ് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഏണസ്റ്റ് ഹെക്കൽ 3 കിങ്ഡമായിട്ടാണ് ഹോൾ ഓർഗാൻസ് ക്ലാസിഫൈ ചെയ്തത്. മീൻസ് നമുക്കറിയാം ലിനേഴ്സ് പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം എന്ന് ക്ലാസിഫൈ ചെയ്തു. അതിനുകൂടെ അഡീഷണൽ ഒരു കിങ്ഡം കൂടെ ഏണസ്റ്റ് ഹെക്കൽ ആഡ് ചെയ്തു, അതായത് കിങ്ഡം പ്രൊട്ടീസ്റ്റ. അപ്പോൾ ഏണസ്റ്റ് ഹെക്കലിന്റെ 3 കിങ്ഡം ഏതൊക്കെയാ? കിങ്ഡം പ്രൊട്ടീസ്റ്റ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ. ഓക്കെ, 1866 ഏണസ്റ്റ് ഹെക്കൽ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തു. അപ്പം അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷനും കോൾ ലിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷനും, അതായത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനും ഈ 3 കിങ്ഡം ക്ലാസിഫിക്കേഷനും ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? അത് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് മാത്രം നോക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അതായത് മീൻസ് എക്സ്റ്റേണൽ അപ്പിയറൻസ് എന്താണ് കാണുന്നത് അത് വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അത് 1956 കോപ്ലാൻഡ് എന്നുള്ള സയന്റിസ്റ്റ് ആണ്. കോപ്ലാൻഡ് എന്നുള്ള സയന്റിസ്റ്റ് ആണ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത കോപ്ലാൻഡ് ഇൻ 1956. കോപ്ലാൻഡ് ഈ 3 കിങ്ഡം കൂടാതെ അഡീഷണൽ ഒരു കിങ്ഡം കൂടെ ആഡ് ചെയ്തു, ദാറ്റ് ഈസ് കിങ്ഡം മൊണീറ. കോപ്ലാൻഡ് കിങ്ഡം മൊണീറയിൽ കൂടെ ആഡ് ചെയ്തു. മൊണീറയിൽ കോപ്ലാൻഡ് ചെയ്തത് യൂണിസെല്ലുലാർ അല്ലെങ്കിൽ പ്രോക്യാരിറ്റിക് ഓർഗാനിസത്തെ, പ്രോക്യാരിറ്റിക് സെല്ല് ക്യാരി ചെയ്യുന്ന എല്ലാ ഓർഗാനിസത്തെയും കോപ്ലാൻഡ് കിങ്ഡം മൊണീറയിൽ പ്ലേസ് ചെയ്തു. ബാക്കി യൂക്യാരിറ്റിക് ഓർഗാനിസത്തെയാണ് കിങ്ഡം പ്രൊട്ടീസ്റ്റ, പ്ലാന്റ്, അനിമേലിയയിൽ ആഡ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പം 4 കിങ്ഡം ക്ലാസ് പ്രപ്പോസ് ചെയ്ത് കോപ്ലാൻഡ് ആണ് ഇൻ 1956. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ 1969 വന്നത്. അത് RS വിറ്റാക്കർ ആണ് ക്ലാസിഫൈ ചെയ്തത്. ഇൻ 1969 RS വിറ്റാക്കർ എന്നുള്ള സയന്റിസ്റ്റ്, RS വിറ്റാക്കർ എന്ന സയന്റിസ്റ്റ് ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് RS വിറ്റാക്കർ ഈ കോപ്ലാൻഡിന്റെ 4 കിങ്ഡത്തിന്റെ കൂടെ അഡീഷണൽ ഒരു കിങ്ഡം കൂടെ ആഡ് ചെയ്തു. അതാണ് കിങ്ഡം മൊണീറ. കോപ്ലാൻഡ് അഡീഷണൽ ആയിട്ട് കിങ്ഡം ഫംഗിയും കൂടെ ആഡ് ചെയ്തു. അപ്പം 5 കിങ്ഡം ക്ലാസ്സിൽ പ്രപ്പോസ് ചെയ്തത് RS വിറ്റാക്കർ ഇൻ 1969. ഏതൊക്കെ കിങ്ഡംസാ? കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടീസ്റ്റ, കിങ്ഡം ഫംഗി, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ. ഓക്കെ, നെക്സ്റ്റ് RS വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷൻ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. ബിക്കോസ് RS വിറ്റാക്കർ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. മോർഫോളജിക്കൽ, അനാട്ടമിക്കൽ, ഫിസിയോളജിക്കൽ, എംബ്രിയോളജിക്കൽ അങ്ങനെ പല ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ടാണ് വിറ്റാക്കർ ക്ലാസിഫൈ ചെയ്തത്. അതുകൊണ്ട് RS വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി ആക്സെപ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ വന്നിട്ടുണ്ട്. അതായത് 1919
1990 കോൾ ബോസ് എന്നുള്ള സയന്റിസ്റ്റ് ആണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. കോൾ ബോസ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തു. കോൾ ബോസ് ചെയ്തത് എന്താന്ന് വെച്ചാൽ RS വിറ്റാക്കറിന്റെ 5 കിങ്ഡത്തില് ഫസ്റ്റ് കിങ്ഡമായ കിങ്ഡം മൊണീറയെ 2 കിങ്ഡമായിട്ട് തിരിച്ചു. ഏതൊക്കെയാ? ഈ കിങ്ഡം മൊണീറയെ 2 ഗ്രൂപ്പായിട്ട് 2 കിങ്ഡമായിട്ട് തിരിച്ചു. അതായത് കിങ്ഡം ആർക്കിബാക്ടീരിയ ആൻഡ് കിങ്ഡം യൂബാക്ടീരിയ. അപ്പം 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് കോൾ ബോസ് ആണ് ഇൻ 1990. കോൾ ബോസ് മീൻസ് ഹോൾ ഓർഗാൻസിനെ 6 കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഫസ്റ്റ് കിങ്ഡം ആർക്കിബാക്ടീരിയ, കിങ്ഡം യൂബാക്ടീരിയ, കിങ്ഡം മൊണീറയാണ് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്, കിങ്ഡം പ്രൊട്ടീസ്റ്റ, ഫംഗി, പ്ലാന്റ് ആൻഡ് അനിമേലിയ. സോ വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മീൻസ് കോൾ ബോസിന്റെ ക്ലാസിഫിക്കേഷൻ മീൻസ് എല്ലാവരും ഏറ്റെടുത്തില്ല. എന്തുകൊണ്ടാണ്? വിറ്റാക്കർ ക്ലാസിഫൈ ചെയ്തപ്പോൾ തന്നെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനും 5 കിങ്ഡം ക്ലാസിഫിക്കേഷനുമാണ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞു കോൾ ലിനേഴ്സിന്റെ ആണ്. ലിനേഴ്സ് ഹോൾ ഓർഗാനിസം അത് 2 കിങ്ഡമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത് ബേസ്ഡ് ഓൺ ദ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് സെൽ വോളിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തത്. സോ ലിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഒത്തിരി ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഫോട്ടോസിന്തറ്റിക് ആണോ നോൺ ഫോട്ടോസിന്തറ്റിക് ആണോ നോക്കിയില്ല, മീൻസ് പ്രോകാരിയോട്ടിക് സെല്ലാണ് യൂക്കാരിയോട്ടിക് സെല്ലാണ് നോക്കിയില്ല, യൂണിസെല്ലർ മൾട്ടി സെല്ലർ ഓർഗാനിസം ആണ് നോക്കിയത്. നോക്കാതെ ക്ലാസിഫൈ ചെയ്തത് കൊണ്ട് ലിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് റിജക്ട് ചെയ്തത്. സോ നെക്സ്റ്റ് ഒത്തിരി 3 കിങ്ഡം 4 കിങ്ഡം 5 കിങ്ഡം 6 കിങ്ഡം ഒക്കെ ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തത് RS വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. നമുക്ക് ഈ ചാപ്റ്റർ മെയിൻ ആയിട്ടും RS വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് RS വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നമുക്ക് RS വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നോക്കാം. RS വിറ്റാക്കർ ഹോൾ ഓർഗാനിസത്തെ 5 കിങ്ഡമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെയാ? കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടീസ്റ്റ, കിങ്ഡം ഫംഗി, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ. RS വിറ്റാക്കർ ഈ 5 കിങ്ഡത്തെ ക്ലാസിഫൈ ചെയ്തപ്പം ഒരു 5 ക്രൈറ്റീരിയാസിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തത്. ഫസ്റ്റ് ക്രൈറ്റീരിയ സെൽ സ്ട്രക്ചർ ആണ്. അതായത് സെൽ സ്ട്രക്ചർ നോക്കി RS വിറ്റാക്കർ 5 കിങ്ഡമായിട്ട് ഹോൾ ഓർഗാൻസ് ക്ലാസിഫൈ ചെയ്തപ്പം ഓരോ കിങ്ഡത്തിനെയും സെൽ സ്ട്രക്ചർ നോക്കി, ഓരോ ഓർഗാൻസ് സെൽ സ്ട്രക്ചർ നോക്കിയിട്ടാണ് ഓരോ കിങ്ഡത്തിൽ പ്ലേസ് ചെയ്തത്. സെൽ സ്ട്രക്ചറിൽ മെയിനായിട്ടും സെൽ ടൈപ്പ് ആണ് നോക്കിയത്. അതായത് പ്രോകാരിയോട്ടിക് സെല്ലാണോ യൂക്കാരിയോട്ടിക് സെല്ലാണോ നോക്കി. പ്രോകാരിയോട്ടിക് സെൽ ക്യാരി ചെയ്യുന്ന എല്ലാ ഓർഗാൻസിനെയും RS വിറ്റാക്കർ പ്ലേസ് ചെയ്തത് കിങ്ഡം മൊണീറയിലാണ്. പ്രോകാരിയോട്ടിക് സെൽ അല്ല, ബാക്കി യൂക്കാരിയോട്ടിക് സെൽ ഓർഗാൻസത്തെയാണ് ബാക്കി 4 കിങ്ഡത്തിൽ പ്ലേസ് ചെയ്തത്. അപ്പം പ്രോകാരിയോട്ടിക് സെൽ വരുന്ന എല്ലാ ഓർഗാൻസത്തെയും കിങ്ഡം മൊണീറയിൽ ആഡ് ചെയ്തു. ബാക്കി യൂക്കാരിയോട്ടിക് സെൽ ഓർഗാനിസംസ് ആണ് ബാക്കി 4 കിങ്ഡത്തിനും ഉള്ളത്. എന്താണ് ഒരു പ്രോകാരിയോട്ടിക് സെല്ലിന്റെയും യൂക്കാരിയോട്ടിക് സെല്ലിന്റെയും ഡിഫറൻസ്? നമുക്ക് എങ്ങനെ ഒരു പ്രോകാരിയോട്ടിക് സെല്ലും ഒരു യൂക്കാരിയോട്ടിക് സെല്ലും വേർതിരിച്ചറിയാൻ പറ്റും? നോക്കി, പ്രോകാരിയോട്ടിക് സെൽ ക്യാരി ചെയ്യുന്ന ഓർഗാൻസ് പറയുകയാണെങ്കിൽ ബാക്ടീരിയക്കാണ് പ്രോകാരിയോട്ടിക് സെൽ ഉള്ളത്. പ്രോകാരിയോട്ടിക് സെല്ലിന്റെ ക്യാരക്ടർ പറഞ്ഞാൽ പ്രോകാരിയോട്ടിക് സെല്ലിന് ന്യൂക്ലിയസും ന്യൂക്ലിയർ മെംബ്രെയിനും ആബ്സെന്റ് ആണ്. അതുപോലെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ആബ്സെന്റ് ആണ്. മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഏതൊക്കെയാ? ക്ലോറോപ്ലാസ്റ്റ്, മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡീസ്, ഇതൊക്കെ അങ്ങനത്തെ ഓർഗനൽസ് ആണ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. അപ്പൊ പ്രോകാരിയോട്ടിക് സെല്ലിൽ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഇല്ല, അതുപോലെ ന്യൂക്ലിയസ് ഇല്ല, ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലായ റൈബോസോം പ്രസന്റ് ആണ്. അതുപോലെ ജെനറ്റിക് മെറ്റീരിയൽ DNA, RNA ഒക്കെ ജെനറ്റിക് മെറ്റീരിയൽസ് അതും പ്രോകാരിയോട്ടിക് സെല്ലിൽ പ്രസന്റ് ആണ്. അപ്പം അങ്ങനെ പ്രോകാരിയോട്ടിക് സെൽ ക്യാരി ചെയ്യുന്ന ഓർഗാൻസത്തെ വിറ്റാക്കർ പ്ലേസ് ചെയ്തത് കിങ്ഡം മൊണീറയിലാണ്. അപ്പം കിങ്ഡം മൊണീറയിൽ കാണുന്ന ഓർഗാനിസംസ് എല്ലാം പ്രോകാരിയോട്ടിക് ഓർഗാനിസം പ്രോകാരിയോട്സ് ആയിരിക്കും. അതായത് കിങ്ഡം മൊണീറയിൽ ഉള്ള ഒരു സോൾ ഓർഗാനിസം എന്ന് പറയുന്നത് ഏതാ? പ്രോകാരിയോട്ടിക് സെൽ ക്യാരി ഓർഗാനിസം ഏതാ? ബാക്ടീരിയ ആണ് അല്ലേ? അപ്പൊ ബാക്ടീരിയ ആണ് മെയിൻ ആയിട്ട് കിങ്ഡം മൊണീറയിൽ വരുന്നത്. ഓക്കെ, ഒരു യൂക്കാരിയോട്ടിക് സെല്ലിന്റെ ക്യാരക്ടർ എന്തായിരിക്കും?
അതായത് കിങ്ഡം പ്രൊട്ടീസ്റ്റ, ഫംഗി, പ്ലാന്റ്, അനിമേലിയയിൽ വരുന്ന എല്ലാ ഓർഗാനിസത്തിലും യൂക്കാരിയോട്ടിക് സെല്ലാണ്. ഒരു യൂക്കാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ നോക്കിയ ഒരു സെല്ല് യൂക്കാരിയോട്ടിക് സെല്ലാണെങ്കിൽ ഒരു യൂക്കാരിയോട്ടിക് സെല്ലിന് ഇപ്പോൾ പ്ലാന്റ് സെല്ലാണെങ്കിൽ പ്ലാന്റ്സിന് സെൽ വോൾ ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ് അല്ലേ. അതുപോലെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്, മൈറ്റോകോൺട്രിയ ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രസന്റ് ആണ് അല്ലേ. അതുപോലെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, പ്ലാന്റ് ആയതിന് ക്ലോറോപ്ലാസ്റ്റ് പ്രസന്റ് ആണ്, ഗോൾഗി ബോഡീസ് ഉണ്ട്, റൈബോസോംസ് ഉണ്ട് അല്ലേ. ഇത് റൈബോസോം നോൺ മെംബ്രെയിൻ ബോണ്ട് ഓർഗനലാണ്, ബാക്കി എല്ലാ ഓർഗനൽസും മെംബ്രെയിൻ ബോണ്ടാണ്. അതുപോലെ ഒരു യൂക്കാരിയോട്ടിക് സെല്ലാണ്, യൂക്കാരിയോട്ടിക് സെൽ. അതുപോലെ നമ്മൾ പ്രോക്യാരിയോട്ടിക് സെൽ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രോക്യാരിയോട്ടിക് ബാക്ടീരിയയുടെ സെല്ല് അല്ലേ, ബാക്ടീരിയയുടെ സെല്ല് പ്രോക്യാരിയോട്ടിക് സെല്ലാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്ന മാത്രം എനിക്ക് മനസ്സിലാകാൻ വേണ്ടി. ബാക്ടീരിയൽ സെല്ലിനകത്ത് സർക്കുലർ ക്രോമസോം അല്ലേ, അതുപോലെ റൈബോസോം പ്രസന്റ് ആണ്. അതുപോലെ എക്സ്ട്രാ ക്രോമസോമൽ മെറ്റീരിയൽ അല്ലേ, എക്സ്ട്രാ ക്രോമസോമൽ മെറ്റീരിയൽ പ്രസന്റ് ആണ്. അത് പ്ലാസ്മിഡും ബാക്ടീരിയയുടെ സെല്ലിൽ പ്രസന്റ് ആണ്. ബാക്ടീരിയയുടെ സെൽ ഒരു യൂക്കാരിയോട്ടിക് സെല്ലാണ്. ബാക്ടീരിയയിൽ കാണുന്ന ജെനറ്റിക് മെറ്റീരിയൽ സർക്കുലർ ജെനറ്റിക് മെറ്റീരിയൽ, സർക്കുലർ ക്രോമസോംസ് ആണ് ഉള്ളത്. മീൻസ് അത് ഫ്രീ ആയിട്ട് സൈറ്റോപ്ലാസം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക. ജെനറ്റിക് മെറ്റീരിയൽ ആണെങ്കിലും റൈബോസോംസ് ഒക്കെ ആണെങ്കിലും ഫ്രീ ആയിട്ട് സൈറ്റോപ്ലാസത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ഇൻ ദ കേസ് ഓഫ് ബാക്ടീരിയൽ സെൽ. അല്ലെങ്കിൽ ഒരു പ്രോക്യാരിയോട്ടിക് സെല്ലിന്റെ കേസിൽ ബാക്ടീരിയൽ സെൽ എന്ന് പറയുന്നത് പ്രോക്യാരിയോട്ടിക് സെല്ലാണ്. ഒരു യൂക്കാരിയോട്ടിക് സെൽ ആണെന്നുണ്ടെങ്കിൽ ജെനറ്റിക് മെറ്റീരിയൽ DNA ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഫ്രീ ആയിട്ടാണോ? അല്ല, DNA കാണും ന്യൂക്ലിയസിനുള്ളിലാണ്. DNA ന്യൂക്ലിയസിനുള്ളിൽ എവിടെയാണ് DNA കാണുന്നത്? ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോംസ് ഉണ്ട്, ക്രോമസോംസിനുള്ളിലാണ് DNA കാണുന്നത് അല്ലേ. ഇപ്പൊ ന്യൂക്ലിയസിനകത്ത് ഇങ്ങനെ ക്രോമസോംസ് ഉണ്ട്, ഈ ക്രോമസോംസിനുള്ളിലാണ് DNA കാണുന്നത്. നോക്കിയേ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സെല്ല് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇതിനകത്ത് ഒരു ക്രോമാറ്റിക് റെറ്റിക്കുലം പോലല്ലേ കാണുന്നത്, ത്രെഡ് പോലെ കാണുന്നത് ക്രോമസോംസ്. ഈ ക്രോമസോം ഒരു ക്രോമസോം വലുതായിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ക്രോമസോം. ഈ ക്രോമസോമിനുള്ളിൽ ഇങ്ങനെയാണ് DNA ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം DNAയുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ ജെനറ്റിക് മെറ്റീരിയൽ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ എവിടെ കാണുന്നത്? ഒരു സെല്ലിലെ സൈറ്റോപ്ലാസ്മിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനുള്ളിലെ ക്രോമസോമിനുള്ളിലാണ് ജെനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ DNA കാണുന്നത്. DNA കാണുന്നത് ഒരു ക്രോമസോംസിനുള്ളിലാണ്. നമുക്കറിയാം ക്യാരക്ടർ കോഡിങ്, ഒരു ക്യാരക്ടറിന് ട്രാൻസ്ഫർ ജീൻസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ജീൻ കാണുന്ന എവിടെയാ? ക്യാരക്ടർ കോഡിങ് പാർട്ട് പ്രസന്റ് ഇൻ DNA, അതാണ് ജീൻ അല്ലേ. ജീൻ കാണുന്നത് DNAയുടെ ഏതെങ്കിലും ഒരു സെഗ്മെന്റ് ആണ് ഒരു ക്യാരക്ടറിനെ കോഡ് ചെയ്യുന്നെങ്കിൽ ആ സെഗ്മെന്റിന് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വേറെ ചാപ്റ്റർ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു യൂക്കാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കുന്നത്. ഒരു യൂക്കാരിയോട്ടിക് സെല്ലിനകത്ത് ന്യൂക്ലിയസും ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയസിനുള്ളിലാണ് ജെനറ്റിക് മെറ്റീരിയൽ കാണുന്നത്. ഇതാണ് ഒരു പ്രോക്യാരിയോട്ടിക് സെല്ലും ഒരു യൂക്കാരിയോട്ടിക് സെല്ലും ഡിഫറൻസ്. അപ്പം പ്രോക്യാരിയോട്ടിക് സെല്ലുള്ള ഓർഗാനിസത്തെ എല്ലാം കിങ്ഡം മൊണീറയിൽ ആഡ് ചെയ്തു. യൂക്കാരിയോട്ടിക് സെല്ലുള്ള ഓർഗാനിസത്തെ എല്ലാമാണ് ബാക്കി 4 കിങ്ഡത്തിൽ പ്ലേസ് ചെയ്തത്. ഇതില് ഒരു പ്ലാന്റ് സെൽ ആണെങ്കിൽ അത് സെൽ വോൾ പ്രസന്റ് ആണ്. അതുപോലെ പ്ലാന്റ് സെല്ലിൽ ഒരു ലാർജ് വാക്യൂൾ പ്രസന്റ് ആണ് അല്ലേ. ഇപ്പൊ പ്ലാന്റ് സെല്ലിൽ സെൽ വോൾ ഉണ്ട് മീൻസ് അത് സെല്ലുലോസിക് ആണ് സെൽ വോൾ, ആണ് സെൽ വോൾ ഇല്ല അല്ലേ. അപ്പൊ സെൽ വോൾ ഉള്ള പ്ലാന്റ് സെല്ലിനെ കിങ്ഡം പ്ലാന്റിൽ ആഡ് ചെയ്തത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രോക്യാരിയോട്ടിക് സെല്ലുള്ള ഓർഗാനിസത്തെ കിങ്ഡം മൊണീറയിലും യൂക്കാരിയോട്ടിക് സെൽ ക്യാരി ചെയ്യുന്ന എല്ലാ ഓർഗാനിസത്തെയും ഈ 4 കിങ്ഡത്തിലും പ്ലേസ് ചെയ്തു. അതെങ്ങനെയൊക്കെയാ പ്ലേസ് ചെയ്ത് നോക്കാം. നോക്കിയേ, രണ്ടാമത്തെ കിങ്ഡം പ്രൊട്ടീസ്റ്റയാണ്. കിങ്ഡം പ്രൊട്ടീസ്റ്റയിൽ വിറ്റാക്കർ ആഡ് ചെയ്തത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂക്കാരിയോട്ടിക് സെൽ. യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിക് സെൽ ക്യാരി ചെയ്യുന്ന ഓർഗാനിസത്തെയാണ് കിങ്ഡം പ്രൊട്ടീസ്റ്റയിൽ ആഡ് ചെയ്തത്. യൂണിസെല്ലുലാർ യൂക്കാരിയോട്ട്. യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ് ആണ് കിങ്ഡം പ്രൊട്ടീസ്റ്റയിൽ വരുന്നത്. അതും ഏത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൽഗെ, യുഗ്ലീന, അതുപോലെ തന്നെ പാരമീസിയം, ഇതൊക്കെ വരുന്നത് കിങ്ഡം പ്രൊട്ടീസ്റ്റയിലാണ്. അത് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കിങ്ഡം ഫംഗി. കിങ്ഡം ഫംഗിയിൽ ആഡ് ചെയ്തത് മീൻസ് എന്താ? മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ്. മൾട്ടി സെല്ലുലാർ നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് കിങ്ഡം ഫംഗിയിലുള്ളത്. ഫംഗിയിലുള്ളത് മൾട്ടി സെല്ലുലാർ നോൺ ഫോട്ടോസിന്തറ്റിക്
യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ്. കിങ്ഡം ഫംഗിയിൽ ആഡ് ചെയ്തത് മൾട്ടി സെല്ലുലാർ നോൺ ഫോട്ടോസിന്തറ്റിക് യൂക്കാരിയോട്ടിക് സെല്ലുള്ള ഓർഗാനിസംസ് അതാണ് കിങ്ഡം ഫംഗി എന്ന് പറയുന്നത്. അതായത് ഫംഗി നോൺ ഫോട്ടോസിന്തറ്റിക്, നമുക്കറിയാം ഫംഗസ്, നിങ്ങൾ കൂണൊക്കെ കണ്ടിട്ടില്ലേ, അത് വൈറ്റ് കളറിലേ കാണാറ്, അത് ഫംഗസ് ആണ്. ഫംഗസിന് അതുപോലെ ബ്രെഡിലൊക്കെ കാണുന്ന ഫംഗസ് റൈസോപ്പസ്, ബ്രെഡ് മോൾഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഫംഗസ് ആണ് റൈസോപ്പസ്. അതൊക്കെ വൈറ്റ് ഷെയ്ഡ് അല്ലേ, എന്തുകൊണ്ട് അത് ക്ലോറോപ്ലാസ്റ്റ് ഇല്ല, മീൻസ് ക്ലോറോഫിൽ ആബ്സെന്റ് ആണ് അല്ലെ, ക്ലോറോപ്ലാസ്റ്റ് ഓർഗനിലേ അതിലില്ല. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നോൺ ഫോട്ടോസിന്തറ്റിക് ഹെറ്ററോട്രോഫ്സ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, കിങ്ഡം പ്ലാന്റ്. കിങ്ഡം പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോട്രോഫിക്, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ആണ് കിങ്ഡം പ്ലാന്റ്. കിങ്ഡം പ്ലാന്റ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സിന് സെൽ എടുക്കുകയാണെങ്കിൽ അതിൽ ക്ലോറോപ്ലാസ്റ്റ് പ്രസന്റ് ആണ്. സോ അതിന് സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കിങ്ഡം അനിമേലിയ എന്ന് പറഞ്ഞാൽ ഹെറ്ററോട്രോഫിക് യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് കിങ്ഡം അനിമേലിയയിലുള്ളത്. ഓക്കെ, മനസ്സിലായപ്പം വിറ്റാക്കർ ക്ലാസ്സിൽ ചെയ്തപ്പം നമ്മൾ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞത് സെൽ സ്ട്രക്ചർ ആയിരുന്നു. ഫസ്റ്റ് ക്രൈറ്റീരിയ സെൽ സ്ട്രക്ചർ ആണ്. ഈ സെൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് മീൻസ് എന്താ, സെൽ ടൈപ്പ് നോക്കി, പ്രോക്യാരിയോട്ടിക് സെല്ലാണ് യൂക്കാരിയോട്ടിക് സെല്ലാണ് നോക്കി. അങ്ങനെ പ്രോക്യാരിയോട്ടിക് സെല്ലുള്ള ഓർഗാനിസത്തിലേക്ക് കിങ്ഡം മൊണീറയിൽ ആഡ് ചെയ്തു. പ്രൊട്ടീസെൽ യൂണിസെൽ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആഡ് ചെയ്തു. ഫംഗയില് മൾട്ടി സെല്ലുലാർ നോൺ ഫോട്ടോസിന്തറ്റിക് യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആഡ് ചെയ്തു. കിങ്ഡം പ്ലാന്റയില് ഫോട്ടോസിന്തറ്റിക് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് ആഡ് ചെയ്തു. കിങ്ഡം അനിമേലിയയില് ഹെറ്ററോട്രോഫ്സ് ആയിട്ടുള്ള യൂക്കാരിയോട്ടിക് സെല്ലുlar ഉള്ള ഓർഗാനിസംസ് ആഡ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് സെൽ സ്ട്രക്ചർ. അതുപോലെ രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ താലസ് ഓർഗനൈസേഷൻ. എക്സാമിന് ഈ RS വിറ്റാമിൻ 5 കിങ്ഡംസ് ചോദിക്കും. അതുപോലെ തന്നെ അതിന്റെ ക്രൈറ്റീരിയാസും ചോദിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നേരത്തെ പഠിച്ച പോലെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്ത ആരാണ്, അതിന്റെ ഡ്രോബാക്സ്, അതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്രൈറ്റീരിയ താലസ് ഓർഗനൈസേഷൻ ആണ്. വിറ്റാക്കർ ക്ലാസിഫൈ ചെയ്തപ്പം സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണോ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണോ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണെന്ന് കൺസിഡർ ചെയ്തിട്ടാണ് ഓർഗാനിസം പ്ലേസ് ചെയ്തത്. അതുപോലെ തന്നെ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണോ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണോ നോക്കിയിട്ടാണ് പ്ലേസ് ചെയ്തത്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഉള്ള യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്സിന് മൊണീറയിലും യൂണിസെല്ലുലാർ യൂക്കാരിയോട്സിന് പ്രൊട്ടീഷ്യനുമാണ് ആഡ് ചെയ്തത്. ബാക്കി എല്ലാ ഓർഗാനിസത്തിനും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ് ആഡ് ചെയ്തത്. ഓക്കെ, മൂന്നാമത്തെ ക്രൈറ്റീരിയ മോഡ് ഓഫ് ന്യൂട്രീഷൻ. മോഡ് ഓഫ് ന്യൂട്രീഷൻ, അതായത് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം ആണോ നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം ആണോ എന്ന് നോക്കിയിട്ടാണ് വിറ്റാക്കർ ഓരോ ഓർഗാനിസത്തിനും ഈ കിങ്ഡത്തിൽ പ്ലേസ് ചെയ്തത്. ഓക്കെ, നാലാമത്തെ ക്രൈറ്റീരിയ റീപ്രൊഡക്ഷൻ. അതായത് ഇങ്ങനെ റീപ്രൊഡക്ഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്. അത് ഇതൊക്കെയാണ്, മീൻസ് വെജിറ്റേറിയൻ റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അതും കൺസിഡർ ചെയ്തിട്ടാണ് വിറ്റാക്കർ ഓരോ ഓർഗാനിസത്തെയും ഈ 5 കിങ്ഡത്തിൽ പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫൈലോജെനറ്റിക് റിലേഷൻഷിപ്പ്. വിറ്റാക്കർ ക്ലാസിഫൈ ചെയ്തപ്പോൾ എവല്യൂഷണറി റിലേഷൻഷിപ്പ്, ഫൈലോജെനറ്റിക് മീൻസ് എവല്യൂഷനും കൂടെ നോക്കി. അങ്ങനെ എവല്യൂഷൻ റിലേഷൻഷിപ്പ് കൂടെ നോക്കിയിട്ടാണ് വിറ്റാക്കർ ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്തത്. ഇതാണ് വിറ്റാക്കറിന്റെ 5 ക്രൈറ്റീരിയാസ്. ഈ 5 ക്രൈറ്റീരിയാസ് ബേസ് ചെയ്തിട്ടാണ് വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വിറ്റാക്കറിന്റെ 5 കിങ്ഡംസ്, ഓരോ കിങ്ഡം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കിങ്ഡം മൊണീറ നോക്കാം. കിങ്ഡം മൊണീറയുടെ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം യൂണിസെല്ലുലാർ മൈക്രോസ്കോപ്പിക് ആയിട്ട് പ്രോക്യാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് കിങ്ഡം മൊണീറയിലുള്ളത്. അതുപോലെ അതിന് മീൻസ് പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം സെൽ വോൾ പ്രസന്റ് ആണ്. സെൽ വോൾ എന്തുകൊണ്ട് മെയിൻ ചെയ്തിരിക്കുന്നത് പോളിസാക്കറൈഡ്സ് ആൻഡ് അമിനോ ആസിഡ്സ്. ബാക്ടീരിയയുടെ പറയാൻ നമുക്കറിയാം പെപ്റ്റിഡോഗ്ലൈക്കൻ, പ്രസന്റ് ബാക്ടീരിയ, ട്രൂ ബാക്ടീരിയയുടെ സെൽ വോൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ഓക്കെ, ന്യൂട്രീഷൻ പറയുകയാണെങ്കിൽ മീൻസ് ഇതിന്റെ മെയിൻലി കിങ്ഡം മൊണീറയിൽ വരുന്ന സോൾ ഓർഗാനിസം എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. ബാക്ടീരിയ നമുക്കറിയാം ഓട്ടോട്രോഫിക്കും ആണ് ഹെറ്ററോട്രോഫിക്കും ആണ്. നമുക്ക് ഈ കിങ്ഡം മൊണീറയെ 3 ക്ലാസിഫൈ ചെയ്യാം.
കിങ്ഡം മോണിയയെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ ആൻഡ് മൈക്കോപ്ലാസ്മ. ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. ആർക്കി ബാക്ടീരിയ സെൽ വോളിന് കോംപ്ലക്സ് സ്ട്രക്ചർ ആണ്. അതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിലും അല്ലെങ്കിൽ ഏതൊരു കണ്ടീഷനിലും ഒരു എക്സ്ട്രീം കണ്ടീഷനിലും സർവൈവ് ചെയ്യാൻ പറ്റും. യു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ഡേ ബാക്ടീരിയ ആണ്. യു ബാക്ടീരിയ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ട്രൂ ബാക്ടീരിയ അല്ലെങ്കിൽ ബാക്ടീരിയ എന്ന് പറയാം. ബാക്ടീരിയ ആൻഡ് സയാനോബാക്ടീരിയ. യു ബാക്ടീരിയ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബാക്ടീരിയ ആൻഡ് സയാനോബാക്ടീരിയ. യു ബാക്ടീരിയ എന്ന പ്രസന്റ് ഡേ ബാക്ടീരിയ ഇപ്പൊ കണ്ട ബാക്ടീരിയ ആണ്. ബാക്ടീരിയയുടെ സെല്ലുകൾ നോക്കിയാണ് എന്റെ സെൽ മേഡപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ അല്ലെ. പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പോളിസാക്കറൈഡ് ആണ്. അതുകൊണ്ടാണ് ബാക്ടീരിയ സെല്ല് മേഡ് ചെയ്തിരിക്കുന്നത്. മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ലിവിംഗ് സെൽ ഓൺ എർത്ത് എന്നറിയപ്പെടുന്ന ഒരു ഓർഗാനിസമാണ് മൈക്കോപ്ലാസ്മ. സ്മോളസ്റ്റ് ലിവിംഗ് സെൽ ഓൺ എർത്ത്. മൈക്കോപ്ലാസ്മയ്ക്ക് സെൽഗോൾ ആബ്സെന്റ് ആണ്. ആബ്സെന്റ് ആയത് ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷനിൽ മൈക്കോപ്ലാസ്മയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഇത് മൈക്കോപ്ലാസ്മ പതോജനിക് ആണ്. PPLO എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. PPLO പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്ന് പറയും. അത് മൈക്കോപ്ലാസ്മിക് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആർക്കി ബാക്ടീരിയ പഠിക്കാം. ആർക്കി ബാക്ടീരിയ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹാലോഫൈൽസ്, ഫസ്റ്റ് ഹാലോഫൈൽസ്, രണ്ട് തെർമോ അസിഡോഫൈൽസ്, മൂന്ന് മെത്തനോജൻസ്. ആർക്കി ബാക്ടീരിയയെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹാലോഫൈൽസ്, തെർമോ അസിഡോഫൈൽസ് ആൻഡ് മെത്തനോജൻസ്. ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ സാൾട്ടി ഏരിയാസിൽ കാണുന്ന ബാക്ടീരിയ ആണ് ഹാലോഫൈൽസ്. ബാക്ടീരിയ ലിവിംഗ് ഇൻ സാൾട്ടി ഏരിയാസ്. തെർമോ അസിഡോഫൈൽസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആൻഡ് ആസിഡ് ലവിംഗ് ബാക്ടീരിയ ആണ് തെർമോ അസിഡോഫൈൽസ്. ഇത് ഹോട്ട് സ്പ്രിംഗിലൊക്കെ കാണുന്ന ബാക്ടീരിയ ആണ് തെർമോ അസിഡോഫൈൽസ്. മെത്തനോജൻസ് എന്ന് പറഞ്ഞാൽ മാർഷി ഏരിയാസിൽ കാണുന്ന ബാക്ടീരിയ ആണ് മെത്തനോജൻസ്. അല്ലാതെ പിന്നെ ഗട്ട് ഓഫ് ദ റൂമിനന്റ് ആനിമൽസിൽ ഗട്ടിൽ കാണും. നമുക്കറിയാം ബയോഗ്യാസ് പ്രൊഡക്ഷനിൽ, മീഥേൻ ഗ്യാസ് പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് മെത്തനോജൻസ്. അപ്പൊ മെത്തനോജൻസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഫൗണ്ട് ഇൻ മാർഷി ഏരിയാസ്. പിന്നെ ബയോഗ്യാസ് പ്രൊഡക്ഷൻ ഇൻവോൾവ് ആയ ബാക്ടീരിയ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മെത്തനോജൻസ് ആണ്. മനസ്സിലായല്ലോ? അപ്പം ആർക്കി ബാക്ടീരിയ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹാലോഫൈൽസ്, തെർമോ അസിഡോഫൈൽസ് ആൻഡ് മെത്തനോജൻസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് യു ബാക്ടീരിയ നോക്കാം. യു ബാക്ടീരിയ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് ബാക്ടീരിയ, രണ്ട് സയാനോ ബാക്ടീരിയ. സയാനോ ബാക്ടീരിയ വേറൊരു പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗി എന്ന് പറയും. ബ്ലൂ ഗ്രീൻ ആൽഗി. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ നോക്കാം. നെക്സ്റ്റ് ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ബാക്ടീരിയയെ ബേസ്ഡ് ഓൺ ഷേപ്പ് അനുസരിച്ചും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ ന്യൂട്രീഷൻ അനുസരിച്ചും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഷേപ്പ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ നോക്കാം. ബേസ്ഡ് ഓൺ ഷേപ്പ് ബാക്ടീരിയ നാലായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. കോക്കസ് ബാക്ടീരിയ. കോക്കസ് ബാക്ടീരിയ എന്ന സ്ഫെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയ ആണ് കോക്കസ് ബാക്ടീരിയ. ഓക്കെ, ബാസിലസ് എന്ന് പറഞ്ഞാൽ റോഡ് ഷേപ്ഡ് ബാക്ടീരിയമാണ് ബാസിലസ്, റോഡ് ഷേപ്ഡ് ബാക്ടീരിയ. നെക്സ്റ്റ് വിബ്രിയോ, കോമ ഷേപ്ഡ് ബാക്ടീരിയമാണ് വിബ്രിയോ. ദെൻ സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ സ്പൈറില്ല. അപ്പൊ ബാക്ടീരിയ ഷേപ്പ് അനുസരിച്ച് നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോക്കസ്, ബാസിലസ്, വിബ്രിയോ ആൻഡ് സ്പൈറില്ല. നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ന്യൂട്രീഷൻ അനുസരിച്ച് ബാക്ടീരിയയെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഏതൊക്കെയാ? ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആൻഡ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ഓക്കെ, ഓട്ടോട്രോഫിക് ബാക്ടീരിയ നമുക്കറിയാം സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത്. അതായത് ഇനോർഗാനിക് സബ്സ്റ്റൻസ് എന്നാണ് ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഓട്ടോട്രോഫിക് ബാക്ടീരിയ സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യാൻ പറ്റും. അതിന് എനർജി കിട്ടുന്നതിന്റെ അനുസരിച്ച് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോട്രോഫിക് ബാക്ടീരിയയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആൻഡ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. ഓക്കെ, നമുക്കത് നോക്കാം. നോക്കിയേ,
ബേസ്ഡ് ഓൺ ന്യൂട്രീഷന്റെ ബേസിൽ ബാക്ടീരിയ രണ്ടായിട്ട് തിരിക്കാം. ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആയിട്ട് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആണെങ്കിൽ ദേ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് ഫ്രം ഇനോർഗാനിക് സബ്സ്റ്റൻസസ്. ഇനോർഗാനിക് സബ്സ്റ്റൻസിനാണ് ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് സിന്തസൈസ് ചെയ്യണമെങ്കിൽ എനർജി ആവശ്യമാണ്. ആ എനർജിയുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ അല്ലെങ്കിൽ ഓട്ടോട്രോഫിക് ബാക്ടീരിയ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആൻഡ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആണെങ്കിൽ ലൈറ്റ് എനർജി ഉപയോഗിച്ചിട്ടാണ് ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത്. കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആണെങ്കിൽ ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് എനർജി എടുക്കുന്നത്. ATP പ്രൊഡക്ഷന് വേണ്ടി എനർജി എടുക്കുന്നത് ഇനോർഗാനിക് സബ്സ്റ്റൻസ് ഏതൊക്കെയാണ്? അമോണിയ, നൈട്രേറ്റ്സ് ഇതിനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് എനർജി എടുക്കുന്നത്. അതായത് കീമോസിന്തറ്റിക് ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ അമോണിയ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നൈട്രൈറ്റ് ആക്കും. നൈട്രൈറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നൈട്രേറ്റ് ആക്കും. നമുക്ക് അമോണിയ ബ്രേക്ക് ഡൗൺ ചെയ്ത് നൈട്രൈറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയാസ് ആണ് നൈട്രോസോമോണാസ്, നൈട്രോകോക്കസ്. ഓക്കെ, നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയ ആണ് നൈട്രോബാക്ടർ. മനസ്സിലായല്ലോ? അപ്പം കീമോസിന്തറ്റിക് ഓട്ടർ ബാക്ടീരിയസ് ഏതൊക്കെയാണ്? നൈട്രോസോമോണാസ്, നൈട്രോകോക്കസ്, നൈട്രോബാക്ടർ. ഇതൊക്കെയാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. ഓക്കെ, ഇനി നമുക്ക് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ, അതായത് മറ്റുള്ള ഓർഗാനിസത്തെ ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്ത ബാക്ടീരിയസ് ആണ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. നമുക്ക് അതിനെ മൂന്നായിട്ട് തിരിക്കാം. ഏതൊക്കെയാ? പാരസിറ്റിക് ബാക്ടീരിയ, സാപ്രോഫൈറ്റിക് ബാക്ടീരിയ, സിംബയോട്ടിക് ബാക്ടീരിയ. മൂന്നാമത്തെ സിംബയോട്ടിക് ബാക്ടീരിയ. ഓക്കെ, പാരസിറ്റിക് ബാക്ടീരിയ നമുക്കറിയാം ലിവിങ് ഹോസ്റ്റിനെയാണ് ഫുഡിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് പതോജനിക് ആണ്, മീൻസ് കോളറ, ടൈഫോയിഡ് എന്നുള്ള ഡിസീസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ സാപ്രോഫൈറ്റിക് ബാക്ടീരിയ ആണെങ്കിൽ ഡെഡ് ഓർഗാനിസത്തിൽ നിന്നാണ് ഫുഡ് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിംബയോട്ടിക് ബാക്ടീരിയയോ? സിംബയോസിസം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ അസോസിയേഷൻ ആണ്. നമുക്കറിയാം റൈസോബിയം എന്നുള്ളൊരു ബാക്ടീരിയ, റൈസോബിയം എന്നുള്ള ബാക്ടീരിയ ലെഗുമിനസ് പ്ലാന്റ്സിന്റെ അല്ലെ പയറുവർഗ്ഗ ചെടികളുടെ റൂട്ട് നോഡ്യൂൾസ്, റൂട്ട് എടുത്ത് നോക്കാൻ മീൻസ് എന്താ, പയറുവർഗ്ഗ ചെടിയുടെ റൂട്ട് നോക്കുകയാണെങ്കിൽ മുഴ പോലെ കാണും അല്ലെ, ആ റൂട്ട് നോഡ്യൂൾസിനാണ് ഈ റൈസോബിയം ബാക്ടീരിയ ഇൻഹബിറ്റ് ചെയ്യുന്നത്. അപ്പം റൈസോബിയം ബാക്ടീരിയയും ലെഗുമിനസ് പ്ലാന്റ്സിനെയും അസോസിയേഷൻ ആണ് മ്യൂച്വലിസം അല്ലെങ്കിൽ സിംബയോസിസം. മ്യൂച്വലിസം അല്ലെങ്കിൽ സിംബയോസിസം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അസോസിയേഷൻ ആണ്, രണ്ടുപേർക്കും ബെനിഫിറ്റ് ആണ്. റൈസോബിയം ബാക്ടീരിയ നൈട്രജൻ ഫിക്സേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ലെഗുമിനസ് പ്ലാന്റ്സിന് വേണ്ടി. അതുപോലെ ലെഗുമിനസ് പ്ലാന്റ്സിൽ നിന്ന് റൈസോബിയം ബാക്ടീരിയക്ക് തിരിച്ച് ഫുഡ് കിട്ടുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അസോസിയേറ്റ് ചെയ്താണ്ടിരിക്കുന്നു. സോ അതാണ് സിംബയോട്ടിക് ബാക്ടീരിയ. സിംബയോട്ടിക് ബാക്ടീരിയ അറിയപ്പെടുന്ന ബാക്ടീരിയ ആണ് റൈസോബിയം ബാക്ടീരിയ. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം ബാക്ടീരിയ നടക്കുന്ന റീപ്രൊഡക്ഷൻ ഏതൊക്കെയായിരിക്കും? ബാക്ടീരിയൽ മെയിൻ ആയിട്ട് ബൈനറി ഫ്യൂഷൻ ആണ് നടക്കുന്നത് അല്ലെ. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലായിട്ട് മാറുക, അല്ലെങ്കിൽ ഒരു സെല്ലിൽ നിന്ന് 2 ന്യൂ ഓർഗാനിസം ആവുക, അതാണ് ബൈനറി ഫ്യൂഷൻ. അതുപോലെ തന്നെ ബാക്ടീരിയയിൽ വേറെ ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ് കോൺജുഗേഷൻ എന്ന് പറയും. കോൺജുഗേഷൻ. അപ്പം ബാക്ടീരിയ റീപ്രൊഡക്ഷൻ ഏതൊക്കെയാ? ബൈനറി ഫ്യൂഷനും കോൺജുഗേഷനും. കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം DNA ട്രാൻസ്ഫർ വഴിയാണ് അല്ലെ. മീൻസ് എങ്ങനെ കോൺജുഗേഷൻ നടക്കുന്നത്? ഇപ്പം 2 ബാക്ടീരിയ തമ്മിൽ അടുത്ത് വരുമ്പം ആ 2 ബാക്ടീരിയയിൽ ഒരു കോൺജുഗേഷൻ ട്യൂബ് ഫോം ചെയ്യും, ആ ട്യൂബ് വഴി DNA ട്രാൻസ്ഫർ നടക്കും, അതാണ് കോൺജുഗേഷൻ. ഓക്കെ, മനസ്സിലായത്? ഈ രണ്ട് ടൈപ്പ് റീപ്രൊഡക്ഷൻ, ബൈനറി ഫ്യൂഷനും കോൺജുഗേഷനും. നെക്സ്റ്റ് നമുക്ക് സയനോ ബാക്ടീരിയയെ കുറിച്ച് നോക്കാം. സയനോ ബാക്ടീരിയ is also called blue green algae. Cyanobacteria important ആണ്. Cyanobacteria സിംഗിൾ സെൽഡ് ആയിട്ട് Cyanobacteria എക്സാമ്പിൾ ആണ് സ്പൈറുലൈന. സിംഗിൾ സെൽഡ് Cyanobacteria സ്പൈറുലൈന,
കോളനി പോലെ കാണും, അതാണ് നൊസ്റ്റോക്ക്. നെക്സ്റ്റ് ഫിലമെന്റസ് സയനോബാക്ടീരിയ എക്സാമ്പിൾ ഓസിലേറ്റോറിയ, നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. അതുപോലെ നൊസ്റ്റോക്ക എന്നുള്ള സയനോബാക്ടീരിയ കോളനി പോലെ കാണും, അതിന്റെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു കോളനി ഫിലമെന്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കിയാൽ ആ നൊസ്റ്റോക്കിന്റെ ഫിലമെന്റ് നോക്കിയാൽ നമുക്ക് അതിനകത്തൊരു ജിലാറ്റിനസ് ആയിട്ടൊരു ഷീത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ സെല്ലിലും നമുക്കറിയാം ക്ലോറോഫിൽ പ്രസന്റ് ആണ്, ക്ലോറോഫിൽ എ പ്രസന്റ് ആണ്. അതുപോലെ തന്നെ ഫൈക്കോസയാനിൻ എന്നുള്ള പിഗ്മെന്റും സയനോബാക്ടീരിയയിൽ പ്രസന്റ് ആണ്. പിന്നെ ഈ സയനോബാക്ടീരിയ പ്രത്യേകത എപ്പോഴും എക്സാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഹെറ്ററോസിസ്റ്റ് സ്പെഷ്യലൈസ്ഡ് സെല്ല് സയനോബാക്ടീരിയയിൽ പ്രസന്റ് ആണ്. സ്പെഷ്യലൈസ്ഡ് സെൽസ് ആ സെല്ല് നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നൈട്രജൻ ഫിക്സേഷൻ ഹെൽപ്പ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് സെൽ സയനോബാക്ടീരിയ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഹെറ്ററോസിസ്റ്റ്. മനസ്സിലായല്ലോ. അപ്പം നൈട്രജൻ ഫിക്സേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ് ഹെറ്ററോസിസ്റ്റ്. അത് കാണപ്പെടുന്ന സയനോബാക്ടീരിയ നൊസ്റ്റോക്കിൽ കാണുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ അനബീന എന്നുള്ളൊരു സയനോബാക്ടീരിയയിലും ഈ അനബീന സ്പെഷ്യലൈസ്ഡ് സെല്ല് പ്രസന്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽ ഓൺ എർത്ത് ആണ്. മൈക്കോപ്ലാസ്മയ്ക്ക് സെൽ വോൾ ഇല്ല. സെൽ വോൾ ഇല്ലെങ്കിലും ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷൻ മൈക്കോപ്ലാസ്മയെ സർവേ ചെയ്യാൻ പറ്റും. പിന്നെ മൈക്കോപ്ലാസ്മ ഭയങ്കര പതോജനിക് ആണ്, ഡിസീസ് കോസിങ് ആണ്. സോ അതിന് എക്സാമ്പിൾ വെക്കാൻ PPA പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഇതൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് അപ്പൊ കിങ്ഡം മൊണീറ കഴിഞ്ഞു. നെക്സ്റ്റ് കിങ്ഡം പ്രൊട്ടീസ്റ്റ നോക്കാം. ഓക്കെ. നെക്സ്റ്റ് കിങ്ഡം പ്രൊട്ടീസ്റ്റ. കിങ്ഡം പ്രൊട്ടീസ്റ്റയുടെ ക്യാരക്ടേഴ്സ് നോക്കിയേ. പ്രൊട്ടീസ്റ്റ യൂണിസെല്ലുലാർ ആണ്, അക്വാട്ടിക് ആണ്, അതുപോലെ യൂക്കാരിയോട്ടിക് സെല്ലാണ് ക്യാരി ചെയ്യുന്നത്. പ്രൊട്ടീസ്റ്റയിൽ വരുന്ന എല്ലാ ഓർഗാനിസത്തിനും യൂക്കാരിയോട്ടിക് സെല്ലാണ്. യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിക് സെൽ. അപ്പൊ യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിക് സെൽ ഉള്ള കിങ്ഡം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രൊട്ടീസ്റ്റ. നെക്സ്റ്റ് പ്രൊട്ടീസ്റ്റ അക്വാട്ടിക് ആണെന്ന് പറഞ്ഞു. സോ അക്വാട്ടിക് ആകുമ്പോൾ ഒന്നെങ്കിൽ സീലിയ വേണം അല്ലെങ്കിൽ ഫ്ലജല്ല വേണം. മൂവ് ചെയ്യണ്ടേ, മീൻസ് വാട്ടറിൽ മൂവ് ചെയ്യണമെങ്കിൽ സീലിയ ഓർ ഫ്ലജല്ല ആവശ്യമാണ്. ഓക്കെ. നെക്സ്റ്റ് എല്ലാ ഓർഗാൻസും സെല്ലോസിക് അല്ല, അതായത് സെൽ വോൾ ഉള്ള ഓർഗാൻസും ഒക്കെ സെല്ലോസിക് ആയിരിക്കും. സെൽ വോൾ പ്രസന്റ് ആണെങ്കിൽ അത് സെല്ലോസിക് ആയിരിക്കും. സെൽ വോൾ അതായത് സെൽ വോൾ മേഡ് ചെയ്തിരിക്കും സെല്ലോസ് എന്നുള്ള സെല്ലോസ് കൊണ്ടായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് കിങ്ഡം പ്രൊട്ടീസ്റ്റയിൽ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്, ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്, അതുപോലെ സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ഓർഗാനിസം കിങ്ഡം പ്രൊട്ടീസ്റ്റയിൽ പ്രസന്റ് ആണ്. പിന്നെ കിങ്ഡം പ്രൊട്ടീസ്റ്റയെ 5 ക്ലാസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ക്രൈസോഫൈറ്റ്സ്, ഡിനോഫ്ലജലേറ്റ്സ്, യുഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ് ആൻഡ് പ്രോട്ടോസോവൻസ്. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ക്രൈസോഫൈറ്റ്സ് നോക്കാം. നോക്കിയേ. അപ്പം കിങ്ഡം പ്രൊട്ടീസ്റ്റയിലെ പ്രൊട്ടീസ്റ്റ 5 ക്ലാസ് ആയിട്ട് തിരിച്ചു. അതിൽ ഫസ്റ്റ് ക്ലാസ് ആണിത് ക്രൈസോഫൈറ്റ്സ്. ക്രൈസോഫൈറ്റ്സിന്റെ ക്യാരക്ടേഴ്സ് നോക്കിയേ. ക്രൈസോഫൈറ്റ്സിന് ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ ഹാബിറ്റാറ്റ്, അതായത് ഫ്രഷ് വാട്ടറിൽ കാണുന്ന ഓർഗാനിസംസും വരുന്നുണ്ട്, മറൈൻ വാട്ടറിൽ സീ വാട്ടറിൽ കാണുന്ന ഓർഗാനിസംസും വരുന്നുണ്ട്. അതുപോലെ ക്രൈസോഫൈറ്റ്സ് മൈക്രോസ്കോപ്പിക് ആണ്, നമുക്ക് മൈക്രോസ്കോപ്പിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഫോട്ടോസിന്തറ്റിക് ആണ്. ക്രൈസോഫൈറ്റ്സ് എന്ന ഓർഗാനിസത്തിന് സ്വന്തമായിട്ട് ഫുഡ് സിന്തസിസ് ചെയ്യാൻ കഴിയും. അതുപോലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോൾഡൻ ആൽഗെ, ഡെസ്മേറ്റ്സ് ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ ഡയാറ്റംസ്. ഇപ്പൊ ക്രൈസോഫൈറ്റ്സിൽ വരുന്ന ഓർഗാനിസം ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെയാ ഡെസ്മേറ്റ്സ് എന്ന വേറെ പേര് ഗോൾഡൻ ആൽഗെ ആൻഡ് ഡയാറ്റംസ്. ഇതിൽ ഡയാറ്റംസിനെയാണ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ എന്നറിയപ്പെടുന്നത്. ഇത് ഞാൻ ഈ പറയുന്നതെല്ലാം 1 മാർക്ക് 2 മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ എന്നറിയപ്പെടുന്ന ഓർഗാനിസം ഏതാണെന്ന് വെച്ചാൽ ഡയാറ്റംസ് ആണ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ. അതുപോലെ ഡയാറ്റംസിന്റെ പ്രത്യേകത, ഡയാറ്റംസിന്റെ സെൽ വോള് ഓവർലാപ്പിംഗ് ഷെയ്ഡ്സ്, ഒരു സോപ്പ് ബോക്സ് പോലെ ഇങ്ങനെയാണ് ഒരു ഡയാറ്റംസിന്റെ സെൽ വോൾ ഇരിക്കുന്നത്. ഇങ്ങനെ സോപ്പ് ബോക്സ് പോലെയാണ് കാണുന്നത്. ആ സെൽ വോള് സിലിക്ക ഡെപ്പോസിഷൻ ഉണ്ട്, അതുകൊണ്ട് ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല, ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. സോ അതുപോലെ ഡയാറ്റംസ് ഡെഡ് ആയി കഴിയുമ്പം ഡയാറ്റംസിന്റെ സെൽ വോള് പൊഴിഞ്ഞു പോയിട്ട് അവിടെ മീൻസ് ആ ഹാബിറ്റാറ്റില് ഡയറ്റോമിഷ്യസ് എർത്ത് എന്നുള്ളൊരു മീൻസ് ഒരു എർത്ത് ഫോം ചെയ്യാറുണ്ട്. ഡയറ്റോമിഷ്യസ് എർത്ത് സെൽ വോൾ എല്ലാം കൂടെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന ഡയറ്റോമിഷ്യസ് എർത്ത്. ആ ഡയറ്റോമിഷ്യസ് എർത്ത് നമുക്ക് അതിന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ പോളിഷിങ്ങിനും ഫിൽട്രേഷൻ ഓഫ് ഓയിൽസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ക്രൈസോഫൈറ്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പൊ ക്രൈസോഫൈറ്റ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ടത് ക്രൈസോഫൈറ്റ്സ് വരുന്ന മെമ്പറാണ് ഗോൾഡൻ ആൽഗെ അല്ലെങ്കിൽ ഡെസ്മേറ്റ്സും
ഡയറ്റംസും. ഡയറ്റംസ് ആണ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ എന്നറിയപ്പെടുന്നത്. പിന്നെ ഡയറ്റമിഷ്യസ് എർത്ത് മീൻസ് അതിന്റെ ഫങ്ഷൻ, അതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഏതൊക്കെയാ, പോളിഷിനും ഫിൽട്രേഷനും ഫോഴ്സും, അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് രണ്ടാമത് ഡിനോഫ്ലജലേറ്റ്സ്. ഓക്കെ, പ്രൊട്ടീസ്റ്റയിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഡിനോഫ്ലജലേറ്റ്സ്. ആ പേരിൽ തന്നെ ഉണ്ട്, 2 ഫ്ലജല്ലുള്ള ഓർഗാനിസംസ് ആണ് അല്ലേ. നോക്കിയേ, ഈ ഡിനോഫ്ലജലേറ്റ്സ് കാണുന്ന ഓർഗാനിസംസ് ഒക്കെ ഫുള്ളി മറൈൻ ആയിരിക്കും. അതായത് സീൽ കാണുന്ന ഓർഗാനിസംസ് ആണ് ഡിനോഫ്ലജലേറ്റ്സിൽ വരുന്നത്. അത് പിഗ്മെന്റ്സ് പ്രസന്റ് ആണ്, സോ ക്ലോറോഫിൽ പിഗ്മെന്റ് പ്രസന്റ് ആണ്, സോ ഫോട്ടോസിന്തറ്റിക് ആണ്. പിന്നെ ബേസ്ഡ് ഓൺ ദി പിഗ്മെന്റ് പ്രസൻസ് അനുസരിച്ച് ഡിനോഫ്ലജലേറ്റ്സ് പല കളറിൽ കാണും. യെല്ലോ, റെഡ്, ഗ്രീൻ, ബ്ലൂ, അങ്ങനെ പല കളർ ഡിനോഫ്ലജലേറ്റ്സ് കാണാറുണ്ട്. പിന്നെ മിക്ക മെമ്പേഴ്സിനും മിക്ക ഓർഗാനിസത്തിനും 2 ഫ്ലജല്ല പ്രസന്റ് ആണ്. പിന്നെ റെഡ് ഡിനോഫ്ലജലേറ്റ്സ്, അതായത് നമുക്കറിയാം മിസൈലൊക്കെ റെഡ് ടൈഡ്സ് ഉണ്ടാക്കുന്ന ഡിനോഫ്ലജല്ലയാണ്. റെഡ് ഡിനോഫ്ലജല്ലയായ ഗോണിയോലെക്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സീല് റെഡ് ടൈഡ്സിന് കാരണമാകുന്ന ഡിനോഫ്ലജലേറ്റ്സ് ഏതാണെന്ന് വെച്ചാൽ ഗോണിയോലെക്സ്. ഓക്കെ, ഇത് ഗോണിയോലെക്സ് മൾട്ടിപ്ലൈ റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സി റെഡ് കളറിൽ നമുക്ക് സി റെഡ് കളർ കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഡിനോഫ്ലജലേറ്റ്സ് മീൻസ് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒത്തിരി ഡിനോഫ്ലജൽ കൂടി നിൽക്കുന്നതാണ് നമുക്ക് റെഡ് ടൈഡായിട്ട് ഫീൽ ചെയ്യുന്നത്. റെഡ് കളർ ആ ഡിനോഫ്ലജലേറ്റ്സിന് റെഡ് കളർ ആയതുകൊണ്ട്, അതുകൊണ്ടാണ് സി റെഡ് കളർ കാണുന്നത്. അതിന് റെഡ് ടൈഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ റെഡ് ടൈഡ്സ് ഉണ്ടാകുന്ന സ്ഥലത്ത് ഡിനോഫ്ലജലേറ്റ്സ് ടോക്സിൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ റിലീസ് ചെയ്യുന്ന ടോക്സിൻസ് അക്വാട്ടിക് ആനിമൽസിന്റെ അല്ലെങ്കിൽ അക്വാട്ടിക് ഓർഗാൻസിന്റെ ഡെത്തിന് കാരണമാകുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പം ഡിനോഫ്ലജലേറ്റ്സിനകത്ത് മെയിൻ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് റെഡ് ഡിനോഫ്ലജലേറ്റ്സ് ആയ ഗോണിയോലെക്സ് ആണ് റെഡ് ടൈഡ്സിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ റെഡ് ടൈഡ്സ് ഉണ്ടാക്കുന്ന ഡിനോഫ്ലജലേറ്റ്സ് അല്ലെങ്കിൽ ഏത് ആൽഗിയാണ് അല്ലെങ്കിൽ ഏത് പ്രൊട്ടീസ്റ്റയാണ് റെഡ് ടൈഡ്സിന് കാരണമെന്ന് ചോദിച്ചാൽ ഡിനോഫ്ലജലേറ്റ്സിൽ വരുന്ന ഗോണിയോലെക്സ് എന്നുള്ള പ്രൊട്ടീസ്റ്റയാണ്. ഓക്കെ, അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ ക്ലാസ് യുഗ്ലിനോയിഡ്സ് ആണ്, അത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് യുഗ്ലിനോയിഡ്സ്, മൂന്നാമത്തെ ക്ലാസ് ആണ് യുഗ്ലിനോയിഡ്സ്. യുഗ്ലിനോയിഡ്സിലെ ഓർഗാനിസംസ് ഒക്കെ ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ആയിരിക്കും, സ്റ്റാഗ്നന്റ് വാട്ടറിലൊക്കെയാണ് കാണുന്നത്. പിന്നെ യുഗ്ലിനോയിഡ്സിന് അത് യുഗ്ലീനെ ഓർത്താൽ മതി. യുഗ്ലിനോയിഡ്സ് എക്സാമ്പിൾ യുഗ്ലീനയാണ്. യുഗ്ലീനയ്ക്ക് 2 ഫ്ലജലേറ്റ് ഉള്ളത്. അപ്പോൾ യുഗ്ലിനോയിഡ്സ് എന്ന ഓർഗാനിസത്തിന് 2 ബൈഫ്ലജലേറ്റ് ആണ്. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രത്യേകത ഇമ്പോർട്ടന്റ് പോയിന്റ് യുഗ്ലിനോയിഡ്സ് ഇതാണ്. യുഗ്ലീനയ്ക്ക് സെൽ വോൾ ആബ്സെന്റ് ആണ്. സെൽ വോൾ ആബ്സെന്റ് ആണെങ്കിലും ഒരു പ്രോട്ടീൻ റിച്ച് ലെയർ കോൾഡ് പെലിക്കിൾ എന്നുള്ളൊരു പ്രോട്ടീൻ റിച്ച് ലെയർ യുഗ്ലീനയ്ക്ക് പ്രസന്റ് ആണ്. ഈ പെലിക്കിൾ ഉള്ളത് കൊണ്ട് അതിന്റെ ബോഡി ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം ചോദിക്കുന്ന പോയിന്റ്. പിന്നെന്താ, യുഗ്ലീന ഫോട്ടോസിന്തറ്റിക്, സൺലൈറ്റ് പ്രസന്റ് ആണെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ആണ്. ഇപ്പൊ സൺലൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഹെറ്ററോട്രോപ്സ് ആയിട്ടും സർവൈവ് ചെയ്യും. ഓക്കെ, എക്സാമ്പിൾ യുഗ്ലീന. മനസ്സിലായത്? ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പെല്ലിക്കിളിന്റെ പ്രസൻസ് ആണ്. അതുപോലെ തന്നെ യുഗ്ലീന മീൻസ് ലൈറ്റിന്റെ ആബ്സെൻസിൽ മറ്റുള്ള ഓർഗാൻസിൽ നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കിങ്ഡം പ്രൊട്ടീസ്റ്റയുടെ 4ാമത്തെ ക്ലാസ് ആണ് സ്ലൈം മോൾഡ്. സ്ലൈം മോൾഡിൽ വരുന്ന എല്ലാ ഓർഗാൻസും സാപ്രോഫൈറ്റിക് പ്രൊട്ടീസ്റ്റൻസ് ആണ് സ്ലൈം മോൾഡ്. അതായത് മറ്റുള്ള മീൻസ് ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സ് എന്നായിരിക്കും ഫുഡ് അബ്സോർബ് ചെയ്യുന്നത്. നോക്കിയേ, സ്ലൈം മോൾഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ കണ്ടീഷൻ വരും. അതായത് ഫേവറബിൾ കണ്ടീഷൻ, സ്യൂട്ടബിൾ കണ്ടീഷൻ മീൻസ് ഫേവറബിൾ കണ്ടീഷനിൽ അത് അഗ്രിഗേറ്റ് ചെയ്ത് പ്ലാസ്മോഡിയം ആയിട്ടിരിക്കും. പ്ലാസ്മോഡിയം എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് ഇതായിരിക്കും സ്ലൈം മോൾഡ് പോകുന്നത്. സ്യൂട്ടബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ ഫേവറബിൾ കണ്ടീഷനിൽ പ്ലാസ്മോഡ് മീൻസ് സ്ലൈം മോൾഡ് അഗ്രിഗേറ്റ് ചെയ്ത് പ്ലാസ്മോഡിയം ആയിട്ടിരിക്കും. പിന്നെന്താ, അൺഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോഴാണ് ഇത് ഈ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഫ്രൂട്ടിംഗ് ബോഡീസ് ആവുന്നത്. അപ്പോൾ ഫ്രൂട്ടിംഗ് ബോഡീസിൽ നിന്നാണ് സ്പോർട്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം ഇതാണ് ഇതിന്റെ ഒരു കണ്ടീഷൻ, സ്ലൈം മോൾഡിന്റെ കണ്ടീഷൻ. നമുക്ക് പ്രധാനം പഠിക്കാനുള്ള സ്ലൈം മോൾഡ് ഒരു സാപ്രോഫൈറ്റിക് പ്രൊട്ടീസ്റ്റൻസ് ആണ്. സ്ലൈം മോൾഡിൽ നിന്ന് അൺഫേവറബിൾ കണ്ടീഷനിലാണ് ഫ്രൂട്ടിംഗ് ബോഡീസിൽ നിന്ന് സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പോർട്സ് കൺസ്റ്റിറ്റ്യൂട്ടീവ് സബ്സ്ട്രേറ്റിൽ നിന്ന് പുതിയ ഓർഗാനിസമായിട്ട് വരാറുണ്ട്. ഫേവറബിൾ കണ്ടീഷൻ എന്തായിരിക്കും? അത് അഗ്രിഗേറ്റ് ചെയ്ത് പ്ലാസ്മോഡിയം എന്നുള്ള കണ്ടീഷനിലേക്ക് പോകും. ഓക്കെ, നെക്സ്റ്റ് 5ാമത്തെ നമുക്ക് പഠിക്കാനുള്ളത് പ്രോട്ടോസോവൻസ് ആണ്. 5ാമത്തെ ക്ലാസ് പ്രോട്ടോസോവൻസ്. ഓക്കെ, നെക്സ്റ്റ് 5ാമത്തെ ക്ലാസ്
പ്രോട്ടോസോവൻസ് ശരിക്കും പറഞ്ഞാൽ പാരസിറ്റിക് ആണ്. അതുപോലെ അതെല്ലാം തന്നെ ഹെറ്ററോട്രോഫ്സ് ആണ്. പിന്നെന്താ, ഈ പ്രോട്ടോസോവൻസ് പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് ആനിമൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ പ്രോട്ടോസോവൻസ് നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് അമീബോയ്ഡ് പ്രോട്ടോസോവൻസ്, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്, സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ആൻഡ് സ്പോറോസോവൻസ്. അമീബോയ്ഡ് പ്രോട്ടോസോവൻസ് നമുക്കറിയാം, അമീബ അല്ലെങ്കിൽ എൻഡമീബ, ഇതൊക്കെ അമീബോയ്ഡ് പ്രോട്ടോസോവൻസ് എക്സാമ്പിൾ ആണ്. ഇത് ഫ്രഷ് വാട്ടർ, സീ വാട്ടർ, മോയിസ്റ്റ് സോയിലൊക്കെ മീൻസ് അമീബ പ്രസന്റ് ആണ്. പിന്നെ അമീബയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് പ്രേ പിടിക്കുന്നത് ബൈ മീൻസ് ഓഫ് സ്യൂഡോപോഡിയ. അപ്പം സ്യൂഡോപോഡിയ അമീബയ്ക്ക് പ്രസന്റ് ആണ്. പിന്നെ മറൈൻ ഫോംസിൽ അതായത് അമീബോയ്ഡ് പ്രോട്ടോസോവൻസിൽ കാണുന്ന മറൈൻ ഫോംസിന് സിലിക്ക ഡെപ്പോസിഷൻ ഉണ്ട്. പിന്നെന്താ, അതിന് എക്സാമ്പിൾ അമീബായും എൻഡമീബായും ആണ്. എൻഡമീബ ഒരു പാരസിറ്റിക് പ്രോട്ടോസോവൻസ് ആണ്. ഇതൊക്കെയാണ് അമീബോയ്ഡ് പ്രോട്ടോസോവൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്. ഈ പേരിൽ തന്നെയുണ്ട് ഫ്ലജല്ല പ്രസന്റ് ആണ്. നോക്കിയേ, ഇത് ഫ്രീ ലിവിംഗ് ആണ്, പാരസിറ്റിക് ആണ്, അതുപോലെ തന്നെ ഫ്ലജല്ല പ്രസന്റ് ആണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എക്സാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ. ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് ഒരു ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ് ആണ് ട്രിപ്പനോസോമ എന്ന് പറയുന്നത്. ഈ ട്രിപ്പനോസോമ കോസ് ഡിസീസ് ആണ് സ്ലീപ്പിംഗ് സിക്നസ് ഡിസീസ്. അപ്പം സ്ലീപ്പിംഗ് സിക്നസ് ഡിസീസ് കോസ് ചെയ്യുന്ന ഒരു ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ് ഏതാ ചോദിക്കുകയാണെങ്കിൽ ട്രിപ്പനോസോമ. ഓക്കെ, നെക്സ്റ്റ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ്. അതായത് സീലിയൽ പ്രോട്ടോസോവൻസ് പാരമീസി ഓർത്താൽ മതി. പാരമീസിന്റെ ബോഡി കവർ ചെയ്ത് ഇത്രയും സീലിയ ഉണ്ട്, ഫുൾ കവർ ചെയ്തിട്ട്. ഓക്കെ, അതുപോലെ സീലിയ കവർ ചെയ്ത്, അതുപോലെ പാരമീസിന്റെ ഒരു ഓറൽ ഗ്രൂവ് ഉണ്ട് പെരിസ്റ്റോ. ഓക്കെ, അപ്പം സീലിയൽ പ്രോട്ടോസോവൻ എക്സാമ്പിൾ പാരമീസിയം. നെക്സ്റ്റ് സ്പോറോസോവൻസ്. നമുക്ക് പ്ലാസ്മോഡിയം അല്ലെങ്കിൽ മലേറിയൻ പാരസൈറ്റ് എന്ന് പറയാം. ഇതിനൊരു ഇൻഫെക്ഷ്യസ് സ്പോർലേക്ക് സ്റ്റേജ് ആൻഡ് ലൈഫ് സൈക്കിൾ ഉണ്ട്. അതാണ് പ്ലാസ്മോഡിയം എന്ന് പറയും. ആ പ്ലാസ്മോഡിയം മലേറിയൻ പാരസൈറ്റ്, അത് ഹ്യൂമൻ ബീങ്സിലൊക്കെ മലേറിയ കോസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ പ്രൊട്ടീസ്റ്റയിലുള്ള 5 ക്ലാസ്സസ്. ഏതൊക്കെയായിരുന്നു? കിങ്ഡം പ്രൊട്ടീസ്റ്റ 5 ക്ലാസ് ആയിട്ട് തിരിച്ചു: ക്രൈസോഫൈറ്റ്സ്, ഡിനോഫ്ലജല്ലേറ്റ്സ്, യുഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ് ആൻഡ് പ്രോട്ടോസോവൻസ്. പിന്നെ പ്രോട്ടോസോവൻസ് പിന്നെയും 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തതാണ്: അമീബോയ്ഡ് പ്രോട്ടോസോവൻസ്, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്, സീലിയൽ പ്രോട്ടോസോവൻസ് ആൻഡ് സ്പോറോസോവൻസ്. ഓക്കെ, നമുക്ക് കിങ്ഡം ഫംഗസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. കിങ്ഡം ഫംഗി വരുന്ന ഓർഗാനിസംസ് യൂക്കാരിയോട്ടിക് ആണ്. അത് അതിന്റെ സെല്ല് യൂക്കാരിയോട്ടിക് സെല്ലാണ്. അതുപോലെ കിങ്ഡം ഫംഗി എന്ന് പറഞ്ഞു മൾട്ടി സെല്ലുലാർ നോൺ ഫോട്ടോസിന്തറ്റിക് യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് കിങ്ഡം ഫംഗിയിൽ നിന്ന് പഠിച്ചായിരുന്നു അല്ലേ. പക്ഷേ കിങ്ഡം ഫംഗിയുടെ പ്രത്യേകതയാണ്, ഒരേ ഒരു ഓർഗാനിസം മാത്രമാണ് കിങ്ഡം ഫംഗിയിൽ യൂണിസെല്ലുലാർ ആയിട്ട് കാണുന്നത്. അത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനുമാണ്. അതായത് യൂണിസെല്ലുലാർ ആയിട്ട് കാണുന്ന ഒരേ ഒരു ഓർഗാനിസമാണ് ഈസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ഓർഗാനിസും, കിങ്ഡം ഫംഗിയിൽ വരുന്ന ബാക്കി എല്ലാ ഓർഗാനിസവും മൾട്ടി സെല്ലുലാർ നോൺ ഫോട്ടോസിന്തറ്റിക് യൂക്കാരിയോട്ടിക് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം കിങ്ഡം ഫംഗിയിൽ കാണുന്ന യൂണിസെല്ലുലാർ ആയിട്ട് ഒരേ ഒരു ഓർഗാനിസം ഉള്ളത് ഈസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കിങ്ഡം ഫംഗിയിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഓട്ടോട്രോഫ് മീൻസ് കിങ്ഡം ഫംഗിക്കകത്ത് ക്ലോറോപ്ലാസ്റ്റ് എന്നുള്ള ഓർഗനിൽ ഇല്ല അല്ലേ, അതൊരു ക്ലോറോഫിൽ ആബ്സെന്റ് ആണ്. സോ അത് ഹെറ്ററോട്രോഫ്സ് ആണ്. ഹെറ്ററോട്രോഫ്സ് എന്ന് പറയുമ്പോൾ സാപ്രോഫൈറ്റിക് ഫംഗി ഉണ്ട്, പാരസൈറ്റിക് ഫംഗി ഉണ്ട്, സിംബയോട്ടിക് ഫംഗി ഉണ്ട്. നമുക്ക് സാപ്രോഫൈറ്റിക് ഫംഗസ് എന്ന് പറയുമ്പോൾ അത് ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സ് എന്നായിരിക്കും ഫുഡ് അബ്സോർബ് ചെയ്യുന്നത്. പാരസൈറ്റിക് ആണെങ്കിൽ ലിവിങ് ഓർഗാനിക്സ് തന്നെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ 2 അസോസിയേഷൻ ഫംഗസിന്റെ കാര്യത്തിൽ പറയുന്നത്. അതിൽ ഒരു അസോസിയേഷൻ ഇതാ, ഒന്ന് മൈക്കോറൈസൽ അസോസിയേഷനും വേറൊന്ന് ലൈക്കനും. ഓക്കെ, ലൈക്കൻ എന്ന് പറഞ്ഞാൽ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗയും ഫംഗസും. ആൽഗി ആൻഡ് ഫംഗസിന്റെ അസോസിയേഷൻ ആണ് ലൈക്കൻ എന്ന് പറയുന്നത്. അതായത് ആൽഗയുടെയും ഫംഗസിന്റെയും മ്യൂച്വൽ അസോസിയേഷൻ ആണ് ലൈക്കൻ. ഇതിൽ രണ്ടുപേർക്കും മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ് ഉണ്ട്. പ്ലസ് ഇന്ററാക്ഷൻ നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാ ബെനിഫിറ്റ്? ആൽഗി ഫോട്ടോസിന്തറ്റിക് ആണ്. സോ ആൽഗി ഫുഡ് സിന്തസൈസ് ചെയ്യും, അത് ഫംഗസിന് കൊടുക്കും. ഫംഗസ് എന്ന് പറഞ്ഞാൽ ഫുഡ് സിന്തസൈസ് ചെയ്യാനുള്ള മിനറൽസും ന്യൂട്രിയൻസും ആൽഗിക്ക് എത്തിച്ചു കൊടുക്കും.
അങ്ങോട്ടും ഇങ്ങോട്ടും അസോസിയേഷൻ ആണ് മ്യൂച്വലിസം അല്ലെങ്കിൽ സിംബയോസിസം. അങ്ങനെ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗസിന് പറയുന്ന പേര് ലൈക്കൻ. ഓക്കെ, അതുപോലെ ഫംഗസും റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആയിട്ടുള്ള അസോസിയേഷൻ ആണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. നിങ്ങൾ ജിംനോസ്പം കേട്ടിട്ടുണ്ട്, പൈനസ് കേട്ടില്ലേ? അപ്പൊ പൈനസിന്റെ റൂട്ടും ഫംഗസും ആയിട്ടുള്ള അസോസിയേഷൻ ആണ് മൈക്കോറൈസ. ഓക്കെ, അതായത് ഫംഗസിന് പൈനസിന്റെ റൂട്ടിൽ ഇൻഹാബിറ്റ് ചെയ്യാൻ പറ്റും, തിരിച്ച് ഫംഗസ് പൈനസിന് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ എത്തിച്ചു കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ പൈനസിൽ നിന്ന് ഫംഗസ് മീൻസ് എന്താ ഫുഡ് അബ്സോർബ് ചെയ്യും. അതാണ് എന്താ മൈക്രോറൈസൽ അസോസിയേഷൻ. ഓക്കെ, മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ നമുക്ക് ഫംഗസിന്റെ ക്യാരക്ടേഴ്സിനകത്ത് ഫംഗസിന്റെ ബോഡി എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഫംഗസ് എന്ന് പറഞ്ഞാൽ ത്രെഡ് പോലെ കാണാറില്ലേ? അപ്പം ഫംഗസിന്റെ പ്ലാൻ ബോഡി നമുക്ക് മൈസീലിയം എന്ന് പറയാം. മൈസീലിയം എന്ന് പറയുമ്പോൾ ഒരു അഗ്രിഗേഷൻ പോലെ ഇങ്ങനെയാണ് ഫംഗസ്. ഇതാണ് മൈസീലിയം എന്ന് പറയാം. അതായത് ആ മൈസീലിയത്തിന്റെ ഓരോ പാർട്ടിനും നമുക്ക് ഹൈഫ എന്ന് പറയാം. ഒത്തിരിയും ഹൈഫ ചേരുന്നതാണ് മൈസീലിയം. അപ്പൊ ഗ്രൂപ്പ് ഓഫ് ഹൈഫയാണ് മൈസീലിയം. അപ്പൊ ഫംഗസിന്റെ പ്ലാൻ ബോഡി എന്ന് ചോദിക്കുമ്പോൾ മൈസീലിയം എഴുതിയാലും കറക്റ്റ് ആണ്, ഹൈഫ എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. ഇതിന്റെ ഒരു പാർട്ട്, ഈ ഒരു പാർട്ട് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ് ഹൈഫ എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഹൈഫയുടെ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഹൈഫ ചില ഫംഗസിനകത്ത് ഹൈഫ മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷനിലായിരിക്കും കാണുന്നത്. സെപ്റ്റ ഫോർമേഷൻ ഒന്നുമില്ല, മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ. അങ്ങനത്തെ ഹൈഫേനെ സീനോസൈറ്റിക് എന്നാണ് പറയുന്നത്. അതായത് ഫംഗസ് മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷനിലാണ്. അതിന് പറഞ്ഞ പേര് സീനോസൈറ്റിക്. സീനോസൈറ്റിക് മൾട്ടി ന്യൂക്ലിയേറ്റ് ഹൈഫേ. ഓക്കെ, നെക്സ്റ്റ് ഇതൊക്കെ ലോവർ ഹൈഫയിലൊക്കെ ഏത് കാണുന്നത് നിങ്ങൾ പഠിക്കും. ഫൈക്കോമൈസിസ്, റൈസോപ്പസിലൊക്കെ കാണുന്ന റൈസോപ്പസ് എന്നുള്ള മീൻസ് ഫംഗസിലൊക്കെ ഇങ്ങനത്തെ കണ്ടീഷനാണ് മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ, സീനോസൈറ്റിക് കണ്ടീഷൻ. ഇനി ഹയർ ഫോംസിലൊക്കെ ആണെങ്കിലോ, ഹയർ ഫോംസിൽ ഈ ഹൈഫയ്ക്ക് സെപ്റ്റ ഫോർമേഷൻ വരും. സെപ്റ്റ എന്ന് പറയുന്നത് സെപ്റ്റ ഫോം ചെയ്യും. സോ അത് യൂണി ന്യൂക്ലിയേറ്റോ അല്ലെങ്കിൽ മൾട്ടി മീൻസ് ഒന്നോ രണ്ടോ ന്യൂക്ലിയോ ഉള്ള കണ്ടീഷനിലേക്ക് പോകും. അതാണ് എന്താ സെപ്റ്റേറ്റ് ഹൈഫേ എന്ന് പറയുന്നത്. മറ്റേ മീൻസ് സീനോസൈറ്റിക് ഹൈഫേന് സെപ്റ്റേറ്റ് ഹൈഫേ എന്ന് പറയാം. പിന്നെ നമുക്കറിയാം ഫംഗസിന്റെ സെൽ വോൾ മെയ്ഡ് ചെയ്തിരിക്കുന്നത് കൈറ്റിൻ എന്ന സബ്സ്റ്റൻസ് കൊണ്ടാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഫംഗസിന്റെ റീപ്രൊഡക്ഷൻ നോക്കാം. ഈ ഫംഗസിന്റെ റീപ്രൊഡക്ഷൻ നോക്കാം. 3 ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ് ഫംഗസിലുള്ളത്. ഫസ്റ്റ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, asexual reproduction and sexual reproduction. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷന്റെ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ ആൻഡ് ബഡിങ്. ഫ്രാഗ്മെന്റേഷൻ നമുക്കറിയാം, ഫംഗസിന്റെ താലസ് പല ഫ്രാഗ്മെന്റ്സ് ആയിട്ടും ബ്രേക്ക് ചെയ്താലും ഓരോ ഫ്രാഗ്മെന്റിൽ നിന്നും പുതിയ ഫംഗസ് റേസ് ചെയ്യും. ഫിഷൻ ഫംഗസ് നമുക്കറിയാം ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 എണ്ണം ആക്കുക, മനസ്സിലായല്ലോ. പിന്നെ ബഡിങ് ഒരു ഔട്ട്ഗ്രോത്ത് പോലെ ഫോം ചെയ്തിട്ട് ആ ഔട്ട്ഗ്രോത്ത് മെച്ചുർ ആയിരിക്കും പേരന്റ് സെല്ലിൽ ഡിറ്റാച്ച് ചെയ്ത് ന്യൂ ഓർഗാനിസമായിട്ട് മാറുക. ഇതൊക്കെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സ്, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെത്തേഡ്സ്. അങ്ങനെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോർട്സ് വഴി ഉണ്ടാവുന്നതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. സ്പോർട്സ് ഏതൊക്കെയാ? കൊണീഡിയ, സ്പൊറാഞ്ചിയോസ്പോർസ്, സൂസ്പോർസ്. നമുക്കറിയാം പല ഫംഗസും പല സ്പോർട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ബ്രെഡ് മോൾഡ്, റൈസോപ്പസ് ഒക്കെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർട്സ് ആണ് സൂസ്പോർസ്, അല്ലെങ്കിൽ സ്പൊറാഞ്ചിയോസ്പോർസ് ഒക്കെ റൈസോപ്പസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർട്സ് ആണ്. പിന്നെ കൊണീഡിയ, പെൻസിലിയം എന്നുള്ള ഫംഗസ്, ആസ്കോമൈസിറ്റ്സ് പെൻസിലിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർട്സ് ആണ് കൊണീഡിയ. കൊണീഡിയ ഫോം ചെയ്യുന്ന എക്സോജീനസ്ലി ആണ്, മീൻസ് പുറത്തായിരിക്കും അത് കാണുന്നത്. മീൻസ് സൂസ്പോർട്സ് ഒക്കെ ഫോം ചെയ്യുന്നത് എൻഡോജീനസ്ലി, സൂസ്പോർട്സും സ്പൊറാഞ്ചിയോസ്പോർസ് ഒക്കെ ഫോം ചെയ്യുന്നത് എൻഡോജീനസ്ലി, സെല്ലിനുള്ളിലായിരിക്കും കാണുന്നത്. നെക്സ്റ്റ് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ മീൻസ് സ്പോർട്സിൽ ഓസ്പോർ, ആസ്കോസ്പോർ, ബെസിഡിയോസ്പോർസ് ഒക്കെയാണ്. നമുക്കറിയാം ഫംഗസ് 4 ക്ലാസ് ആയിട്ടാണ് ഫംഗസ് തിരിച്ചിരിക്കുന്നത്. ഫൈഗോമൈസീഡ്സ്, ആസ്കോമൈസീഡ്സ്, ബെസിഡിയോമൈസീഡ്സ് ആൻഡ് ഡ്യൂട്രോമൈസീഡ്സ്. ഇനി നമുക്ക് ഫംഗസിന്റെ ലൈഫ് സൈക്കിൾ നോക്കാം. സെക്ഷൽ സൈക്കിൾ. ഫംഗസ് സെക്ഷൽ സൈക്കിളിൽ 3 ഇവന്റ് ആണുള്ളത്. പ്ലാസ്മോഗെമി, കാരിയോഗെമി ആൻഡ് മിയോസിസ്. പ്ലാസ്മോഗെമി എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് സൈറ്റോപ്ലാസം ആണ് പ്ലാസ്മോഗെമി. കാരിയോഗെമി എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയ ആണ്. ദെൻ മിയോസിസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായിരിക്കും. സൈഗോട്ടിന് മിയോസിസ് നടന്നിട്ട് സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യാം. അതാണ് മിയോസിസ് എന്ന് പറയുന്നത്. സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്. ഡിപ്ലോയിഡ് ആയ സൈഗോട്ടിന് ഹാപ്ലോയിഡ് സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് മിയോസിസ് എന്ന് പറയുന്നത്.
ഓക്കെ, ഒരു ടൈപ്പ് സെൽ ഡിവിഷനാണ്, റിഡക്ഷൻ ഡിവിഷനാണ്. ഓക്കെ, ഇത് കൂടാതെ നമുക്കൊരു ഡൈക്യാരിറ്റിക് ഫേസ് ഹയർ ഫോംസിൽ, ഹയർ ഫംഗസിലൊക്കെ, ഇപ്പോൾ ആസ്കോമൈസീഡ്സിലും ബെസിയോഡമൈസീഡ്സിലൊക്കെ ഒരു ഡൈക്യാരിറ്റിക് സ്റ്റേജ് കാണിക്കുന്നുണ്ട്. അതായത് പ്ലാസ്മോഗെമി കഴിഞ്ഞ ഉടനെ കാരിയോഗെമിയാണ് നടക്കുന്നത്. അതായത് ഫ്യൂഷൻ ഓഫ് സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂക്ലിയ ഫ്യൂസ് ചെയ്യും. അങ്ങനെ ന്യൂക്ലിയ ഫ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ട് ന്യൂക്ലിയയും കൂടെ ഒരുമിച്ച് വന്നിരിക്കുന്ന ഒരവസ്ഥ. അപ്പം നമുക്ക് ഫ്യൂഷൻ ഓഫ് സൈറ്റ്, ഇപ്പോൾ രണ്ട് സെല്ല്, ഈ രണ്ട് സെല്ല് പ്ലാസ്മോഗെമി നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഈ രണ്ട് സെല്ല് സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്തു, ന്യൂക്ലിയ ഒന്ന് അടുത്ത് നിന്നു അല്ലേ. അപ്പൊ നെക്സ്റ്റ് ഈ കാരിയോഗെമി എന്ന് പറയുമ്പോൾ ഈ ന്യൂക്ലിയ ഫ്യൂസ് ചെയ്ത്, ഈ രണ്ട് ന്യൂക്ലിയം ഫ്യൂസ് ചെയ്ത് ഒന്നായിട്ട് മാറും അല്ലേ, ട്വിൻ നമ്പർ ആയിട്ട് കാരിയോഗെമി മാറും. അപ്പൊ ഈ രണ്ട് ന്യൂക്ലിയ ഫ്യൂസ് ചെയ്തതിന് രണ്ട് മണി അടുത്ത് വന്നിരിക്കുന്ന അവസ്ഥയില്ലേ, ഇതാണ് ഡൈക്യാരിറ്റിക് ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഹയർ ഫംഗസിനകത്തൊക്കെ ഈ ഡൈക്യാരിറ്റിക് ഫേസ് കുറെ നാൾ കാണും, കുറെ നാൾ നിന്നിട്ട് അതിനുശേഷമേ ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയ നടക്കുന്നുള്ളൂ. ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയ ഫ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ സൈഗോട്ട് ഫോം ചെയ്യും. നെക്സ്റ്റ് അതിൽ നിന്ന് ഹാപ്ലോയിഡ് സ്പോർസ് ഫോം ചെയ്യും. ആ ഹാപ്ലോയിഡ് സ്പോർസിൽ നിന്നാണ് ന്യൂ ഓർഗാനിസം, ന്യൂ ഫംഗസ് റൈസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഈ ഫംഗസ് 4 ക്ലാസ്സസും ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫൈക്കോമൈസീഡ്സ് നോക്കാം. ഫംഗസിന്റെ 4 ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് ആണ് ഫൈക്കോമൈസീഡ്സ്. ഫൈക്കോമൈസീഡ്സിന്റെ ക്യാരക്ടേഴ്സ് നോക്കിക്കേ. ഫൈക്കോമൈസീഡ്സ് ഉള്ള മെമ്പേഴ്സ് അല്ലെങ്കിൽ ഓർഗാനിസംസ് ഒക്കെ അക്വാട്ടിക് ഹാബിറ്റാറ്റ് ഉള്ള ഓർഗാനിസംസ് ആവാം, അല്ലെങ്കിൽ ഡീക്കേയിങ് വുഡ്, മോയിസ്റ്റ് സോയിലൊക്കെ ഉള്ള ഓർഗാനിസംസ് ആണ് ഫൈക്കോമൈസീഡ്സിൽ വരുന്നത്. പിന്നെ ഫൈക്കോമൈസീഡ്സിന്റെ മൈസീലിയം, ഇത് ലോവർ ഫോംസ്, ലോവർ ഫംഗസ് ആണ് ഫൈക്കോമൈസീഡ്സ് വരുന്ന എല്ലാ ഓർഗാനിസംസ്. അതുകൊണ്ട് മൈസീലിയം എസെപ്റ്റേറ്റ് ആണ്. മൈസീലിയം സെപ്റ്റ നോക്കുകയാണെങ്കിൽ സെപ്റ്റ ഇല്ല, എസെപ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ ഇങ്ങനെ സീനോസൈറ്റിക് കണ്ടീഷൻ ആണ്, മൾട്ടി ന്യൂക്ലിയർ കണ്ടീഷൻ ആണ് കാണിക്കുന്നത്. പിന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മോട്ടൈൽ സൂസ്പോർസ്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മൂവ്മെന്റ് ഉള്ള സൂസ്പോർസ് ആവാം, അല്ലെങ്കിൽ നോൺ മോട്ടൈൽ, മോട്ടൈൽ അല്ലാത്ത നോൺ മോട്ടൈൽ ആയിട്ടുള്ള എപ്ലാനോസ്പോർസും ആവാം. അപ്പോൾ മീൻസ് ഫൈക്കോമൈസീഡ്സിന്റെ എസെക്ഷൽ സ്പോർസ് സൂസ്പോർസ് അല്ലെങ്കിൽ എപ്ലാനോസ്പോർസ്. സൂസ്പോർസ് മോട്ടൈൽ ആണ്, എപ്ലാനോസ്പോർസ് നോൺ മോട്ടൈൽ ആണ്. പിന്നെ സ്പോർസ്, ഈ സൂസ്പോർസും എപ്ലാനോസ്പോർസും ഒക്കെ എൻഡോജീനസ്ലി ആണ്, ഹൈഫയ്ക്കുള്ളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെല്ലിനുള്ളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എൻഡോജീനസ്ലി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് സെക്ഷൽ സ്പോർസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സെക്ഷൽ സ്പോർസ് സൈഗോസ്പോർസ് ആണ്. ഈ സൈഗോസ്പോർസ് ഫോം ചെയ്യുന്നത് ഫ്യൂഷൻ ഓഫ് 2 ഗാമീറ്റ്സ്, അതായത് 2 ഗാമീറ്റ്സിന്റെ ഫ്യൂഷൻ വഴിയാണ് സൈഗോസ്പോർസ് ഫോം ചെയ്യുന്നത്. പിന്നെ ഈ ഗാമീറ്റ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഐസോഗ്യാമസ് ആവാം. ഐസോഗ്യാമസ് എന്ന് പറഞ്ഞാൽ മോർഫോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കലി സിമിലർ ഗാമീറ്റ്സ് ആണ് ഐസോഗ്യാമീറ്റ്സ്. അനീസോഗ്യാമീറ്റ്സ് എന്ന് പറഞ്ഞാൽ മോർഫോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കലി ഡിസിമിലർ ഗാമീറ്റ്സ് ആണ് അനീസോഗ്യാമീറ്റ്സ്. ഊഗ്യാമസ് എന്ന് പറഞ്ഞാൽ മെയിൽ ഗാമീറ്റ്സ് സ്മോൾ ആയിട്ട് മോട്ടയിലും ഫീമെയിൽ ഗാമീറ്റ്സ് സ്റ്റേഷനറി ആയിരിക്കും, ലാർജ് ആയിരിക്കും. അതാണ് ഊഗാമസ് ടൈപ്പ്. പിന്നെ ഫൈക്കോമൈസീഡ്സിന് എക്സാമ്പിൾ റൈസോപ്പസ്, അത് ബ്രെഡ് മോൾഡ്, ബ്രെഡ് എന്നാണ് ഫംഗസ് ഇല്ല, അത് ആ ഫംഗസ് ആണ് റൈസോപ്പസിൽ ബ്രെഡ് മോൾഡ് എന്നറിയപ്പെടും. പിന്നെ മ്യൂക്കർ ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആൽബുഗോ, അതായത് ഫൈക്കോമൈസീഡ്സിൽ കാണുന്ന പാരസിറ്റിക് ആയിട്ടുള്ള ഫംഗസ് ഏത് ചോദിക്കുകയാണെങ്കിൽ അത് ആൽബുഗോ ആണ്. മനസ്സിലായല്ലോ. ഈ രണ്ടാമത്തെ ക്ലാസ് ആസ്കോമൈസീഡ്സ് ആണ്. നമുക്ക് ആസ്കോമൈസീഡ്സ് നോക്കാം. ഓക്കെ, ഫംഗസിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ആസ്കോമൈസീഡ്സ്. ആസ്കോമൈസീഡ്സ് നമ്മൾ സാക്ക് ഫംഗി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം സാക്ക് ഫംഗി എന്നറിയപ്പെടുന്ന ഫംഗസ് ഏതെന്ന് ചോദിച്ചാൽ ആസ്കോമൈസീഡ്സ് ആണ്. ആസ്കോമൈസീഡ്സിലാണ് യൂണിസെല്ലുലാർ ഫോംസും ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഫോംസും ഉണ്ട്. അപ്പം നമ്മൾ ഫംഗസ് പഠിച്ചപ്പം ഫംഗസിനകത്ത് എല്ലാം മൾട്ടി സെല്ലുലാർ ഫോംസ് ആണ്, പക്ഷെ ഒരേ ഒരു ഓർഗാനിസം മാത്രം യൂണിസെല്ലുലാർ ആയിട്ട് കാണുന്നു പറഞ്ഞു. അത് ഈസ്റ്റ് ആണ്, സക്കറമൈസീഡ്സ് എന്ന് പറയും. ഈ ഈസ്റ്റ് കാണുന്നത് ഏത് ക്ലാസ്സിലാണ്? ആസ്കോമൈസീഡ്സ് എന്നുള്ള ക്ലാസ്സിലാണ് ഈസ്റ്റ് കാണുന്നത്. ഈസ്റ്റ് യൂണിസെല്ലുലാർ ആണ്, ബാക്കി എല്ലാ ഓർഗാനിസത്തിൽ വരുന്നത് മൾട്ടി സെല്ലുലാർ ആണ്. പിന്നെ മൈസീലിയം ഹൈലി ബ്രാഞ്ച്ഡ് മൈസീലിയം ആണ്. ഇതിന്റെ ഈ മൈസീലിയം നോക്കുക, ഇതിന് സെപ്റ്റ ഫോർമേഷൻ ഉണ്ട്. അതായത് മൈസീലിയം നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഹൈഫ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇങ്ങനെ സെപ്റ്റ ഫോർമേഷൻ ഉണ്ട്. ഒന്നെങ്കിൽ യൂണി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ബൈ ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം സെപ്റ്റ ഫോർമേഷൻ ഉണ്ട്, യൂണി ന്യൂക്ലിയേറ്റ് ഒരു മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷനിൽ കാണും.
പിന്നെ എസെഷ്യൽ സ്പോർ ഏതാ? എസെഷ്യൽ സ്പോർ കൊണീഡിയാണ്. ഇതിന്റെ എസെഷ്യൽ സ്പോർ ഈ കൊണീഡിയ ഫോം ചെയ്യുന്നത് എക്സോജീനസ്ലി ആണ്. നോക്കിയേ, ഈ എസെഷ്യൽ സ്പോർ ഇതാണ് കൊണീഡിയ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, 3 കൊണീഡിയ. അപ്പൊ ഇത് ഓരോന്നും കൊണീഡിയ എന്ന് പറയാം. കൊണീഡിയ ആണ് എസെഷ്യൽ സ്പോർ. ഇത് ഫോം ചെയ്യുന്നത് എക്സോജീനസ്ലി ആണ് ഇൻ കൊണീഡിയോഫോർ. അപ്പം ഈ പോർഷൻ ആണ് കൊണീഡിയോഫോർ. ഇതിലാണ് കൊണീഡിയ ഫോം ചെയ്യുന്നത്, വെളിയിലാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് എന്താ മീൻസ് അത് എന്താ മെച്ചറായി കഴിയുമ്പോൾ കൊണീഡിയ ഡിറ്റാച്ച് ചെയ്ത് ഏതെങ്കിലും സബ്സ്ട്രേറ്റിൽ പോയി വീഴും. ആ സബ്സ്ട്രേറ്റിൽ ന്യൂ പെൻസിലിയം. പെൻസിലിയം ആണ്. പെൻസിലിയം എന്നുള്ള ഫംഗസാണ്. പെൻസിലിയം ന്യൂ പെൻസിലിയം ആയിട്ട് മാറും. അത് ന്യൂ ഫംഗസ് ആയിട്ട് മാറും. അപ്പോൾ എസെഷ്യൽ സ്പോർ കൊണീഡിയ ആണ്. കൊണീഡിയ ഫോം ചെയ്ത് എക്സോജീനസ്ലി എവിടെയാ? ഇൻ കൊണീഡിയോഫോർ. നെക്സ്റ്റ് ആ കൊണീഡിയ ജെർമിനേറ്റ് ചെയ്തിട്ടാണ് ന്യൂ മൈസീലിയം ആയിട്ട് മാറുന്നത്. ഈ സെക്ഷൽ സ്പോർ എന്ന് പറഞ്ഞാൽ ആസ്കോസ്പോർസ് ആണ്. സെക്ഷൽ സ്പോർ. സെക്ഷൽ സ്പോർസ് ഫോം ചെയ്യുന്നത് എൻഡോജീനസ്ലി ആണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എസെഷ്യൽ സ്പോർ കൊണീഡിയ ഫോം ചെയ്തത് എക്സോജീനസ്ലി പുറത്താണ്. സെക്ഷൽ സ്പോർസ് ആയ ആസ്കോസ്പോർസ് ഫോം ചെയ്തത് എൻഡോജീനസ്ലി, അതായത് ഒരു സാക്കാണ്. അസൈ എന്ന് പറഞ്ഞ സാക്കിനുള്ളിലാണ് ആസ്കോസ്പോർസ് ഫോം ചെയ്യുന്നത്. ഈ അസൈ എന്നുള്ള സാക്ക് കാണുന്നത് ഫ്രൂട്ടിംഗ് ബോഡിയായ ആസ്കോകാർപ്പ്. അപ്പം ഇതിന്റെ ഈ ഫംഗസിന്റെ ഫ്രൂട്ടിംഗ് ബോഡീസ് എന്ന് പറഞ്ഞ ആസ്കോകാർപ്പാണ്. ആസ്കോകാർപ്പിനകത്ത് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിനെ പറയുന്ന പേര് അസൈ എന്നാണ്. ഈ അസൈക്കുള്ളിലാണ് ആസ്കോസ്പോർസ് കാണുന്നത്. സെക്ഷൽ സ്പോർസ് ആയ ആസ്കോസ്പോർസ് കാണുന്നത് അസൈക്കുള്ളിലാണ്. പിന്നെ ഇതിന് എക്സാമ്പിൾ നമുക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ ഈ എക്സാമ്പിളൊക്കെ കാണാൻ തന്നെ പഠിക്കണം കേട്ടോ. ആസ്പെർജില്ലസ്, ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ, പെനിസിലിയം, ഈസ്റ്റ്, ഇതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ ഈ ഫംഗസിന് 4 ക്ലാസ്സും പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓരോ ക്ലാസ്സിലുമുള്ള എസെഷ്യൽ സ്പോർ ഏതാണ്, സെക്ഷൽ സ്പോർ ഏതാണ്, പിന്നെ എസെഷ്യൽ റീപ്രൊഡക്ഷൻ ഇല്ലാത്ത ക്ലാസ് ഏതാണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ലാത്ത ക്ലാസ് ഏതാണ്, അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇത് നോക്കേണ്ടത്. നെക്സ്റ്റ് നമ്മുടെ ക്ലാസ് ബെസീഡിയോമൈസീസ്. ഓക്കെ, നെക്സ്റ്റ് ഫംഗസിന്റെ 3ാമത്തെ ക്ലാസ് ആണ്. അത് ബെസീഡിയോമൈസീറ്റ്സ് ആണ്. 3ാമത്തെ ക്ലാസ് ബെസീഡിയോമൈസീറ്റ്സ്. ബെസീഡിയോമൈസീറ്റ്സിനെ ബ്രാക്കറ്റ് ഫംഗി എന്നാണ് അറിയപ്പെടുന്നത്. ബ്രാക്കറ്റ് ഫംഗി. ബെസീഡിയോമൈസീറ്റ്സ് കാണപ്പെടുന്നത് സോയിലിൽ കാണാം, ലോഗിൽ കാണാം, അതുപോലെ തന്നെ ട്രീയിലൊക്കെ. ഓക്കെ, പിന്നെ ബെസീഡിയത്തിന്റെ മൈസീലിയം പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ബ്രാഞ്ചിലാണ്, സെപ്റ്റേറ്റ് ആണ്. ഓക്കെ, അതുപോലെ എസെഷ്യൽ സ്പോർ ബെസീഡിയത്തിന് ആബ്സെന്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് എസെഷ്യൽ സ്പോർ ഇല്ലാത്ത ഫംഗസിന്റെ ക്ലാസ് ഏതാണെന്ന് ചോദിച്ചാൽ ബെസീഡിയോമൈസീറ്റ്സ് ആണ്. എസെഷ്യൽ സ്പോർ ആബ്സെന്റ് ആണ്. പിന്നെ ഇവിടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്. അത് ഫ്രാഗ്മെന്റേഷൻ ആണ്. അതായത് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ മീൻസ് ആ പ്ലാന്റ് ബോഡി എത്ര പാർട്ടായിട്ട് കട്ട് ചെയ്തതിന് ഓരോ പാർട്ടിനും പുതിയ പ്ലാന്റ് എറേസ് ചെയ്യും, പുതിയ ഫംഗി എറേസ് ചെയ്യും. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഇവിടെ സെക്സ് ഓർഗൻസ് ആബ്സെന്റ് ആണ്. അപ്പം ഇവിടെ എസെഷ്യൽ സ്പോറും ആബ്സെന്റ് ആണ്, സെക്സ് ഓർഗൻസും ആബ്സെന്റ് ആണ്. പക്ഷെ സെക്സ് ഓർഗൻസ് ആബ്സെന്റ് ആണെങ്കിലും സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും. എങ്ങനെയാ? ഫ്യൂഷൻ ഓഫ് സൊമാറ്റിക് സെൽസിന്റെ ഫ്യൂഷൻ വഴി. ഡിഫറെന്റ് സ്ട്രെയിനുള്ള പ്ലസ് ആൻഡ് മൈനസ് സ്ട്രെയിനുള്ള 2 സൊമാറ്റിക് സെൽസ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് സെൽസിന്റെ ഫ്യൂഷൻ വഴിയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അങ്ങനെ മീൻസ് ആ ഫ്യൂഷൻസ് നമ്മൾ ലൈഫ് സൈക്കിളിൽ സെക്ഷൽ സൈക്കിൾ സ്റ്റേജ് പറഞ്ഞപ്പോൾ പ്ലാസ്മോഗെമി, കാരിയോഗെമി, മിയോസിസ് പറഞ്ഞില്ലേ. പ്ലാസ്മോഗെമി എന്ന ഫ്യൂഷൻ ഓഫ് സൈറ്റോപ്ലാസം ആണ്. കാരിയോഗെമി ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയ ആണ്. കാരിയോഗെമി നടക്കുന്നതിന് മുമ്പ് ഒരു ഡൈകാരിയോട്ടിക് സ്റ്റേജ് ബെസീഡിയോമൈസീറ്റ്സ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ ഡൈകാരിയോട്ടിക് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ് കാരിയോഗെമി ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയ നടക്കുന്നത്. ന്യൂക്ലിയർ ഫ്യൂസിയ സൈഗോട്ട് ഉണ്ടായി. സൈഗോട്ടിന് മിയോസിസ് നടന്നിട്ടാണ് സ്പോർട്സ് ഉണ്ടായിരുന്നത്. ഇവിടെ ഉണ്ടാകുന്ന സ്പോർട്സിന്റെ പറയുന്ന പേര് ബെസീഡിയോസ്പോർട്സ്. ഈ ബെസീഡിയോസ്പോർട്സ് എക്സോജീനസ്ലി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പുറത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താ? എവിടെയാ? ബെസീഡിയത്തിനാണ്. ആ ബെസീഡിയം കാണപ്പെടുന്നത് ഫ്രൂട്ടിംഗ് ബോഡിയാണ് ബെസീഡിയോകാർപ്പ്. ഓക്കെ, ഇതിന്റെ എക്സാം നോക്കിയേ. അഗാരിക്കസ്, മഷ്റൂം, കൂണില്ലേ, അത് ബെസീഡിയോമൈസിൻ എക്സാമ്പിൾ ആണ്. വേറെ യുസ്റ്റിലാഗോ, പക്സീനിയ ഒക്കെ ബെസീഡിയോമൈസിൻ എക്സാമ്പിൾ ആണ്. പക്സീനിയയെ റസ്റ്റ് ഫംഗസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് ആണ് ഡ്യൂട്രോമൈസീസ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് 4ാമത്തെ ക്ലാസ് ഡ്യൂട്രോമൈസീറ്റ്സ് ആണ്. ഈ ഡ്യൂട്രോമൈസീറ്റ്സിന് ഇംപെർഫെക്റ്റ് ഫംഗി അല്ലെങ്കിൽ ഫംഗി ഇംപെർഫെക്റ്റ് എന്നാണ് പറയാറ്. അതായത് ഡ്യൂട്രോമൈസീറ്റ്സിന് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണ്.
ഇപ്പം നമ്മൾ പഠിച്ച ക്ലാസ്സസിനകത്ത് ബെസിഡിയോമൈസീറ്റ്സിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല, ഡ്യൂട്രോമൈസീറ്റ്സിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല. അതുപോലെ ഇംപെർഫെക്റ്റ് ഫംഗി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ എസെഷ്യൽ സ്പോർ കൊണീഡിയാണ്. ഡ്യൂട്രോമൈസീറ്റ്സിന്റെ എസെഷ്യൽ സ്പോർ കൊണീഡിയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല. പിന്നെ അതിന് മൈസീനിയം സെപ്റ്റേറ്റ് ആണ്, ബ്രാഞ്ചഡ് ആണ്. അതുപോലെ ഇതിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ആൾട്ടർനേറിയ, കോളിറ്റോട്രൈക്കം, ട്രൈക്കോഡെർമ, ഇതൊക്കെ ഡ്യൂട്രോമൈസീറ്റ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇതാണ് കിങ്ഡം ഫംഗി. ഇപ്പം നമ്മൾ ആർഎച്ച് വിറ്റാക്കറിന്റെ 5 കിങ്ഡം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് കിങ്ഡം മുനീറ പഠിച്ചു, കിങ്ഡം പ്രൊട്ടീസ്റ്റ, കിങ്ഡം ഫംഗി, നെക്സ്റ്റ് കിങ്ഡം പ്ലാന്റേ, ദെൻ 4ാമത്തെ കിങ്ഡം, 5ാമത്തെ കിങ്ഡം കിങ്ഡം അനിമേലിയ. കിങ്ഡം പ്ലാന്റേയും കിങ്ഡം അനിമേലിയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്ററായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വൈറസ് എന്നാന്ന് നോക്കാം. നെക്സ്റ്റ് നമുക്ക് വൈറസ് നോക്കാം. വൈറസ് എന്ന് പറഞ്ഞാൽ നോൺ സെല്ലുലാർ ഓർഗാനിസം ആണ്. വൈറസ് ഇനേർട്ട് ക്രിസ്റ്റൈൻ സ്ട്രക്ചർ ആയിട്ടാണ് ഔട്ട്സൈഡ് ദ ലിവിങ് സെൽ. അതായത് ലിവിങ് സെല്ലിന്റെ ഔട്ട്സൈഡ് അത് ഇനേർട്ട് ക്രിസ്റ്റൈൻ സ്ട്രക്ചർ ആയിട്ടാണ് കാണുന്നത്. അതായത് വൈറസിന് സ്വന്തമായിട്ട് ജീവനില്ല. ഏതെങ്കിലും ഹോസ്റ്റിൽ അത് ഇൻഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ആ ഹോസ്റ്റിന്റെ മെഷീനറി ഉപയോഗിച്ചിട്ടാണ് വൈറസ് വർക്ക് ചെയ്യുന്നത്. വൈറസ് ജീവൻ വെക്കുന്ന അപ്പോഴാണ്. അപ്പം വൈറസ് ഒരു ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആണെന്ന് പറയാം. ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തമായിട്ട് അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, സ്വന്തമായിട്ട് ജീവനില്ല. ഏതെങ്കിലും ഹോസ്റ്റിൽ കയറി കഴിഞ്ഞാൽ അത് ഒരു ജീവനുള്ളയുടെ സ്വഭാവം കാണിക്കും, ജീവനുള്ള ഓർഗാൻസ് സ്വഭാവം കാണിക്കും. അതായത് ആ ഹോസ്റ്റിലെ മെഷീനറി ഉപയോഗിച്ചിട്ടായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. പിന്നെ വൈറസിനെ ബയോളജിക്കൽ പസിൽ എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാ? വൈറസ് ജീവനുള്ള ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നതുകൊണ്ടാണ് വൈറസിനെ ബയോളജിക്കൽ പസിൽ എന്ന് പറയുന്നത്. പിന്നെ വൈറസ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ്. വൈറസിനൊരു ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ്. ഒരു പ്രോട്ടീൻ കോട്ടുണ്ട്. വൈറസിന്റെ പ്രോട്ടീൻ കോട്ടിന് പറയുന്ന പേര് ക്യാപ്സിഡ് എന്നാണ് പറയുന്നത്. ക്യാപ്സിഡ്. വൈറസിന് പ്രോട്ടീൻ കോട്ടുണ്ട്. ആ പ്രോട്ടീൻ കോട്ടിലുള്ള ഒരു ജെനറ്റിക് മെറ്റീരിയൽ. ജെനറ്റിക് മെറ്റീരിയൽ വേണമെങ്കിൽ DNA-യോ RNA ഏത് വേണമെങ്കിലും ആകാം. അപ്പം വൈറസ് ഒരു ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ്. വൈറസിനൊരു പ്രോട്ടീനേഷ്യസ് കവർ ഉണ്ട്. അതിന് പറയുന്ന പേര്, പ്രോട്ടീൻ കോട്ടിന് പറയുന്ന പേര് ക്യാപ്സിഡ് എന്നാണ്. പിന്നെ അതിന് ജെനറ്റിക് മെറ്റീരിയൽ DNA-യോ RNA ആവാം. പിന്നെ എന്താണ് ബാക്ടീരിയോഫേജ്? വൈറസ് ഇൻഫെക്ട് ചെയ്യുന്ന ബാക്ടീരിയ ആണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. വൈറസ് ഇൻഫെക്റ്റിംഗ് ബാക്ടീരിയ ഇസ് കോൾഡ് ബാക്ടീരിയോഫേജ്. പിന്നെ വൈറസ് കോസിങ് ഡിസീസ് ഏതൊക്കെയാണ്? മംസ്, സ്മോൾ പോക്സ്, ലീഫ് റോളിംഗ്, മീൻസ് ഇതൊക്കെ പ്ലാന്റ്സ് ഉണ്ടാകുന്ന ഡിസീസാണ്. ലീഫ് റോളിംഗ്, യെല്ലോയിങ്, ഡോർഫിസം, സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഒക്കെ. ഓക്കെ, പിന്നെ വൈറസ് 1892 ഇവാനോസ്കി എന്നുള്ള സയന്റിസ്റ്റ് ആണ്. 1892 ഇവാനോസ്കി എന്ന സയന്റിസ്റ്റ് ആണ് വൈറസ് ഡിസ്കവർ ചെയ്തത്. വൈറസ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് 1892 ഇവാനോസ്കി എന്ന സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. വൈറസിന് സ്വന്തമായിട്ട് ജീവനില്ല, പക്ഷെ ഏതെങ്കിലും ഒരു ഹോസ്റ്റ് എൻ്റർ ചെയ്ത് അത് ജീവനുള്ള സ്വഭാവം കാണിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വിറോയിഡ്. ഓക്കെ, നെക്സ്റ്റ് വിറോയിഡ് ആണ്. വിറോയിഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻഫെക്ഷ്യസ് ഏജന്റ് ആണ്. അതായത് ഒരു സ്മോളർ ദാൻ വൈറസ്, വൈറസിലും ചെറുതായിട്ടുള്ള ഇൻഫെക്ഷ്യസ് ഏജന്റ് ആണ് വിറോയിഡ്. വിറോയിഡ് കണ്ടുപിടിച്ചത് 1971 T.O. ഡീനർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. 1971 T.O. ഡീനർ ആണ് വിറോയിഡ് കണ്ടുപിടിച്ചത്. ഇതൊരു ന്യൂ ഇൻഫെക്ഷ്യസ് ഏജന്റ് ആണ്, സ്മോളർ ദാൻ വൈറസ്. ഇത് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. പിന്നെ വിറോയിഡിന്റെ സ്ട്രക്ചർ, വിറോയിഡിനും വൈറസിനെ പോലെ വൈറസിന് ഒരു ന്യൂക്ലിയോ പ്രോട്ടീൻ ആയിരുന്നു വൈറസ്. അതിനൊരു പ്രോട്ടീൻ കോട്ടുണ്ട്. ആ കോട്ടിനുള്ളിലാണ് DNA RNA കാണുക. ഇൻ ദ കേസ് ഓഫ് വൈറസ്. പക്ഷേ വിറോയിഡ്സിന്റെ കാര്യം പറയാം, വിറോയിഡ്സിന് ഒരു ഫ്രീ RNA മാത്രമേ ഉള്ളൂ. അതിന് പ്രോട്ടീൻ കോട്ടില്ല. പ്രോട്ടീൻ കോട്ടില്ലാത്തൊരു ഫ്രീ RNA മാത്രമായിട്ടാണ് വിറോയിഡ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലൈക്കൻ എന്ന് പറയും. ലൈക്കൻ നേരത്തെ പറഞ്ഞായിരുന്നു. ലൈക്കൻ എന്ന് പറഞ്ഞാൽ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗയും ഫംഗി. ആൽഗയുടെയും ഫംഗിയുടെയും സിംബയോട്ടിക് അസോസിയേഷൻ ആണ് ലൈക്കൻ. അതായത് ആൽഗയും ഫംഗിയും കൂടെ അസോസിയേറ്റ് ചെയ്താലേ ലൈക്കൻ ഉള്ളൂ. രണ്ടും സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ അത് ലൈക്കൻ അല്ല. ആൽഗയും ഫംഗസും സെപ്പറേറ്റ് ഓർഗാനിസംസ് ആണ്. അപ്പോൾ രണ്ടിൻ്റെയും അസോസിയേഷനാണ് ലൈക്കൻ എന്ന് പറയുന്നത്.
അതിൽ ലൈക്കിൻ്റെ കേസിൽ ആൽഗൽ കമ്പണന്റിനെ ഫൈക്കോ ബയോണ്ട് എന്നും ആൽഗൽ കമ്പണന്റിനെ ഫൈക്കോ ബയോണ്ട് എന്ന് പറയും. ഫംഗൽ കമ്പണന്റിനെ മൈക്കോ ബയോണ്ട് എന്ന് പറയും. ഇതിനകത്ത് എന്താണ് ഇവർ ചെയ്യുന്നത്? ആൽഗയും ഫംഗസിൻ്റെ അസോസിയേഷനകത്ത് നമുക്കറിയാം, ആൽഗി എന്ന് പറഞ്ഞാൽ ഫോട്ടോ സിന്തറ്റിക് ആണ്. സോ ആൽഗയ്ക്ക് സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആൽഗി സിന്തസൈസ് ചെയ്ത് ഫുഡ് ഫംഗസിനും കൊടുക്കും. പക്ഷെ ഫംഗസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫംഗസ് ഹെട്രോട്രോഫ്സ് ആണ് അല്ലേ? ഫംഗസ് സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യാൻ മറ്റുള്ള ഓർഗാനിസം ഫുഡ് വലിച്ചെടുക്കും. അപ്പോൾ ആൽഗിയിൽ നിന്ന് ഫംഗസിന് ഫുഡ് കിട്ടും. പക്ഷെ തിരിച്ച് ഫംഗസ് ചെയ്യുന്ന എന്തുവാ? മ്യൂച്വൽ അസോസിയേഷനകത്ത് ഫംഗസ് ആൽഗയ്ക്ക് ഫുഡ് സിന്തസൈസ് ചെയ്യാനുള്ള ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ ഫംഗസ് എത്തിച്ചു കൊടുക്കും. അതാണ് ഫംഗസ് ചെയ്യുന്നത്. അപ്പോൾ ഫംഗസും ആൽഗയും അങ്ങോട്ടുമുള്ള അസോസിയേഷനാണ് ദ ലൈക്കൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ.